കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട മുദരിസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു മുദരിസ് എനിക്കൊരു മെസ്സേജ് അയച്ചു. സദാ എല്ലാ പ്രഭാഷണവും ഞാൻ കേൾക്കാറുണ്ട്, യൂട്യൂബിൽ വരുന്ന പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചില ഉദാഹരണങ്ങൾ എല്ലാ പ്രഭാഷണത്തിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നെന്നെ എല്ലാ പ്രഭാഷണത്തിലും വന്നാൽ ശ്രോതാവിനൊരു മടുപ്പുണ്ടാകൂലേ? ഞാൻ പറഞ്ഞു, സന്തോഷം, ഞാൻ ശ്രദ്ധിക്കാം. പക്ഷെ ഈ പ്രഭാഷണത്തിലും ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് ചില നയവും നിലപാടുമാണ്. കാരണം ഈ പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു ശ്രോതാവിന് ചില നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചില ഉദാഹരണങ്ങൾ ആവർത്തിച്ച് തന്നെ പറയും. ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിക്ക് വേണ്ടി വിദ്യാഭ്യാസവും വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും ആവശ്യമായ മറ്റ് ജീവിത സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ വളർത്തുന്നതാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്യുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരു രക്ഷിതാവിന് വലിയ സുഖവും സന്തോഷവും നേട്ടങ്ങളും ഉണ്ടാകും. അതറിയാതിരിക്കുന്ന സമയത്ത് അധ്വാനം വളരെ കൂടുകയും ഫലം വളരെ കുറയുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ വലിയ വിപത്തുകളും വലിയ പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരാൻ അത് കാരണമാവുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ സാധാരണ പേരിൻ്റെ കൂടെ ബിരുദങ്ങൾ ചേർത്ത് പറയാൻ അവസരം ഉള്ളവരാണെങ്കിലും പാരൻറ്റിങ് എന്നത് കൃത്യമായി അറിയില്ലെങ്കിൽ അതിന് പ്രയാസം വന്നേക്കും. എന്നാൽ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ എത്ര പിന്നിലാണെങ്കിലും പാരൻറ്റിങ് അറിയാമെങ്കിൽ അത് ജീവിതത്തിൽ വലിയ നേട്ടവും സന്തോഷവും ഉണ്ടാക്കും. സമൂഹത്തിനും അത് വലിയ മാറ്റം ഉണ്ടാക്കും. നമ്മുടെ സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും ഒക്കെ ഫലപ്പെടണമെങ്കിലും രക്ഷിതാക്കൾക്ക് ഈ വിഷയം അറിയുക എന്നത് വലിയ പ്രാധാന്യം ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിലൊക്കെ പരമപ്രധാനമായ ഒരു പ്രോഗ്രാമായി നടക്കേണ്ടതാണ് പാരൻറ്റിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് ഒരു കുട്ടിയോട് സമീപിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ വിശാലമായി പറയാം. പക്ഷെ എത്ര വിശാലമായി പറഞ്ഞാലും അവസാനം നമുക്ക് മനസ്സിലാകേണ്ട ഏറ്റവും പരമപ്രധാനമായ ആശയം, മർമ്മമായ ആശയം, അത് ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രക്ഷിതാവിൻ്റെ ദൗത്യം അത് വളരെ സീരിയസ് ആണ്, ഗൗരവമുള്ളതാണ്, എന്നാൽ അത് വളരെ എളുപ്പമുള്ളതുമാണ്. ഒരേ സമയം അത് വലിയ ഗൗരവമുള്ളതാണ്, എന്നാൽ അത് എളുപ്പമുള്ളതുമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനെ ഏറ്റവും ഉദാഹരിച്ച് പറയാൻ നല്ലത് എനിക്ക് തോന്നാറുള്ളത് ബ്രീത്തിങ്, ശ്വസനം. നാം ശ്വസിക്കുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ അത് വളരെ ഗൗരവമുള്ളതാണ്. ശ്വസനം നിന്നുപോയാൽ ജീവിതം അവസാനിച്ചു പോകും. ശ്വാസത്തിൻ്റെ അളവ് തെറ്റിപ്പോയാൽ ശ്വാസം മുട്ട് എന്ന അസുഖമായി മാറും. എന്നാൽ അതിന് സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം നടത്താൻ പ്രയാസം തീരെ ഇല്ല, വളരെ എളുപ്പത് നടന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ നമുക്ക് മാനസികമായ നമ്മുടെ ആരോഗ്യം നേരെയാണെങ്കിൽ ഈ രക്ഷാകർതൃത്വം എന്ന പാരൻറ്റിങ് എന്ന രക്ഷിതാവിൻ്റെ ദൗത്യം വളരെ എളുപ്പമാണ്. ഇത് പറയാൻ വേണ്ടി ഞാനൊരു സംഭവം മുന്നിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലയിടത്തും എൻ്റെ പ്രഭാഷണങ്ങളിൽ ഇത് തന്നെ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് സയ്യിദ് അവറുകളുടെ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ സിയാറത്തിന് വേണ്ടി ഒരു തവണ അവിടത്തേക്ക് പോവുകയായിരുന്നു. കർണാടകയിലെ ആ പ്രദേശത്തേക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ്. അങ്ങനെ നീണ്ട ആ യാത്രക്കിടയിൽ എൻ്റെ കൂടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു,
പാരൻറ്റിങ്ങിനെ കുറിച്ച് ഈ പറഞ്ഞ ആശയം വളരെ ശരിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അദ്ദേഹം അത് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ പ്രയാസമുള്ള ഒരു കാലത്ത് ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറഞ്ഞ ഒരു പ്രദേശത്ത് ജനിച്ച് വളർന്ന മനുഷ്യനാണ്. കുട്ടിക്കാലത്ത് വലിയ പ്രതിസന്ധികൾ നേരിട്ട് വളർന്ന കുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കഠിനമായ ജോലികൾ ചെയ്താണ് വളരുന്നത്. പക്ഷേ സാമ്പത്തികമായി ആപേക്ഷികമായി എപ്പോഴും കയ്യിൽ ക്യാഷ് ഉണ്ടാകും. സാമ്പത്തിക ശേഷിയിൽ വളരെ മുന്നിലാണ് അന്നത്തെ പ്രാദേശിക തലത്തിലും അന്നത്തെ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലും വളരെ മുന്നിലാണ്. പക്ഷേ ഭൗതിക സാഹചര്യങ്ങളിൽ വളരെ ചെറിയ സമയത്ത് തണുപ്പുള്ള പ്രദേശത്ത് ദീർഘദൂരം യാത്ര ചെയ്തു വേണം മദ്രസയിൽ പോകാൻ. ആ മദ്രസയിൽ പോകുന്നതിൻ്റെ മുമ്പേ ഒരു നിശ്ചിത സമയം ജോലി ചെയ്യണം. മദ്രസ കഴിഞ്ഞ് വന്നാലും ഒഴിവു ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത്ര കഠിനമായ ജോലികൾ ജീവിതത്തിൽ ചെയ്തതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു സങ്കടം എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു മതബിരുദമുള്ള ഒരു പണ്ഡിതനാണെങ്കിലും എൻ്റെ ഈ ആയുസ്സിൽ എൻ്റെതായ ഒരു കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ വയസ്സ് ഒരു 50-ൻ്റെയും 60-ൻ്റെയും ഇടയിലുണ്ടാകും. അദ്ദേഹം പറയുന്നു, എൻ്റെ ഈ ആയുസ്സിനിടയിൽ ഒരു നേരം എൻ്റെ ഓർമ്മ വെച്ച നാളിന് ശേഷം ഒരു നിസ്കാരം ഖളാ ആയിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ മാതാപിതാക്കളാണ്. ഇങ്ങനെ പറയുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ നമ്മളെ മനസ്സിൽ വരിക മാതാപിതാക്കൾ ഏതോ മുദരീസോ അതല്ലെങ്കിൽ നല്ല അഭ്യസവിദ്യരോ ആയ ആളാണ് എന്നാണ് വരിക. പക്ഷേ അദ്ദേഹം അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത് രണ്ടുപേരും നിരക്ഷരരാണ്. അക്കാദമിക വിദ്യാഭ്യാസത്തിൽ, ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിരക്ഷരരാണ്. അതോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസത്തിലും അവർ നിരക്ഷരരാണ്. ചെറിയ പാഠങ്ങൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകൾ മാത്രം ലഭിച്ച വ്യക്തികളാണ്. പക്ഷേ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സിനിടയിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം സ്ഥാപിച്ചെടുത്തതും വളർത്തിയതും എങ്ങനെയാണ് എന്ന് പഠിച്ചാൽ നമുക്കടുത്ത പോയിന്റ് മനസ്സിലാകും. എന്താണ്? അദ്ദേഹം തന്നെ അത് വിവരിക്കുന്നു. മാതാപിതാക്കൾ ശകാരിക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. അതുപോലെ ശാരീരികമായി വേദനിപ്പിക്കുന്നതും വളരെ കുറവാണ്. താരതമ്യേന ആ കാലഘട്ടത്തെ ആപേക്ഷികമായി വിലയിരുത്തുകയാണെങ്കിൽ വളരെ കുറവാണ്. പക്ഷെ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിനെ അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞ ഒരു അനുഭവം പറയാം. അന്ന് കല്യാണമൊക്കെ നടക്കുമ്പോൾ പന്തലിടുന്ന പരിപാടി, ഇപ്പോൾ ഈ പന്തലിട്ടത് ഒരു പക്ഷേ ഇതിൻ്റെതായ ഒരു ടീമുണ്ടാകും. ആ ടീം അവർ വന്ന് ചെയ്തോളൂ. പക്ഷെ അന്നൊക്കെ കല്യാണത്തിന് പന്തലിടുക എന്ന് പറഞ്ഞാൽ ആഴ്ചകളോളം നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ചേർന്ന് ഈ തെങ്ങിൻ്റെ ഓല മടഞ്ഞത് വീട്ടിൽ നിന്നും അടുത്ത വീടുകളിൽ നിന്നും ഒക്കെ കടമെടുത്ത് വായ്പ വാങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പന്തലിടുക. ഇപ്പോൾ ദിവസങ്ങളോളം പണികൾ നടക്കും. ഇങ്ങനെ പണികൾ നടക്കുന്ന ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ കുട്ടികൾ, അദ്ദേഹം പറയാണ്, ഞങ്ങൾ സഹപാഠികൾ അല്ലെങ്കിൽ ബന്ധുക്കളായ മക്കളെല്ലാം ചേർന്ന് രാത്രി പല പണികളും കഴിഞ്ഞ് കിടക്കുകയാണ്. കിടക്കുമ്പോൾ വീട്ടിൻ്റെ ഡൈനിങ് ഹാളിലാണ് കിടക്കുന്നത്. കിടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാനും ജ്യേഷ്ഠനും സഹപാഠികളോട് പറഞ്ഞു, ഇവിടെ ഒരു സമീപന രീതിയുണ്ട്. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കണം. നല്ല തണുപ്പുള്ള പ്രദേശമാണ്. ഉമ്മ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ഏകദേശം ഒരു ജുസു ഓളം ഖുർആൻ പാരായണം ചെയ്യും, തഹജ്ജുദ് നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് സുബഹി വാങ്ക് വിളിച്ചാൽ ഉടനെ ഉമ്മ ഞങ്ങളൊക്കെ വിളിക്കും, നമ്മളെല്ലാവരും വിളിക്കും. ആ വിളിക്ക് എഴുന്നേൽക്കുകയും എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യാം. ഓപ്ഷണലാണ് നാഫിലത്തൻ. എഴുന്നേൽക്കുകയും ചെയ്യാം, എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യാം.
പക്ഷെ അത് കഴിഞ്ഞ് ഉമ്മയുടെ നിസ്കാരമൊക്കെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി എഴുന്നേറ്റാൽ വുളൂ ചെയ്യാനും അനിവാര്യമായ പ്രാഥമിക കർമ്മം ചെയ്യാനും നിസ്കരിക്കാനും മാത്രമേ സമയം ബാക്കിയുള്ളൂ എന്ന ആ ഒരു ലെവലെത്തുമ്പോൾ ഉമ്മാക്കൊരു വിളിയുണ്ട്. ആ വിളിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, ഓപ്ഷൻ ഇല്ല, എഴുന്നേൽക്കൽ മാത്രം. അപ്പോൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവിടെ ഒരു ശബ്ദമുണ്ടാകും, അത് അടിയുടേതായിരിക്കും. അപ്പോൾ അവിടെ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു നിലപാടാണത്. അതുകൊണ്ട് ഇതെല്ലാവരും നേരത്തെ അവെയറാവുക എന്ന് ഞങ്ങൾ പറഞ്ഞു. രാവിലെ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. ഒന്നാം വിളി കഴിഞ്ഞു, പലരും ഉറക്കക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ തലേ ദിവസം ജോലി ചെയ്തതിൻ്റെ ക്ഷീണത്തിനിടയിൽ ഉറങ്ങിപ്പോയി. രണ്ടാം വിളിയുടെ സമയത്ത് എഴുന്നേൽക്കാത്തവർക്കൊക്കെ അടി കിട്ടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ജ്യേഷ്ഠനും എഴുന്നേറ്റ് ഓടി. ഞങ്ങൾ പറഞ്ഞു, ഓടലല്ലാത്തൊരു ഓപ്ഷനും ഇല്ല, വേഗം എഴുന്നേറ്റ് ഓടുക. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റു. ഞങ്ങൾ വുളൂ ചെയ്ത് നിസ്കരിച്ച് വരുമ്പോഴേക്ക് ഡൈനിങ് ഹാളിൽ ഞങ്ങൾക്ക് ആവശ്യമായ കാപ്പിയും കടിയും ഒക്കെ റെഡിയാണ്. ഉമ്മയുടെ മുഖത്ത് നേരത്തെ ആദ്യ വിളിയിൽ എഴുന്നേൽക്കാത്തതിൻ്റെ പരിഭവം ഒട്ടുമില്ല. എഴുന്നേൽക്കാത്തതിൻ്റെ പേരിൽ വിളിക്കുകയും വിളിച്ചിട്ട് എഴുന്നേൽക്കാതിരിക്കുമ്പോൾ തല്ലുകയും ചെയ്തതിൻ്റെ യാതൊരു വൈഷമ്യവും വിഷമവും ആ മുഖത്ത് കാണാൻ ഇല്ല. ഇതിന് പറയുന്ന പേരാണ് നിലപാട്. സൈക്കോളജിയിൽ ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ദേഷ്യമില്ലാത്ത നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം. ദേഷ്യമില്ലാത്ത നിലപാട് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്യും? ചീത്ത വിളിക്കും, സഭ്യേതരമായി അസഭ്യമായി സംസാരിക്കും, മോശമായി സംസാരിക്കും, ദേഷ്യപ്പെട്ട് പ്രകോപിതരാകും. ഇങ്ങനെ പ്രകോപിതരാകേണ്ടതില്ല, ഇമോഷണൽ ആകേണ്ടതില്ല, വൈകാരികമായി പെരുമാറേണ്ടതില്ല. നല്ല വിവേകത്തോടെ നിലപാടോടെ പെരുമാറി ശീലിച്ചാൽ, അദ്ദേഹം പറയുന്നു, എൻ്റെ ഈ 50 വയസ്സിനിടയിൽ ഒരു നേരത്തെ നിസ്കാരം ഖളാ ആകാതെ ഞാൻ ആവാനുള്ള കാരണം ഈ സമീപനമാണ്. അതുകൊണ്ട് ഒരു രക്ഷിതാവ് പഠിക്കേണ്ടതും ഈ സമീപനമാണ്. ഇവിടെ കുറേ ഉപചർച്ചകളൊക്കെ ആകാം. ഇപ്പോൾ ഒരു ഉപചർച്ചയുടെയും വിശാല ചർച്ചയുടെയും വേദിയല്ല, മറിച്ച് സാധാരണക്കാരായ ഒരു രക്ഷിതാവ് സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദേഷ്യം എന്നത് അടിസ്ഥാനപരമായി ഒരു പോസിറ്റീവായ ഗുണകരമായ ഒരു വികാരമാണ് അടിസ്ഥാനപരമായി. എന്നാൽ ദേഷ്യത്തെക്കുറിച്ച് ധാരാളം പ്രസ്താവനകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിവർത്തിക്കേണ്ട, ഞാൻ നടപ്പിലാക്കേണ്ട എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറഞ്ഞു, ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ്. എങ്ങനെ കാണാം? അതേസമയം ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വ്യാപകമായി വലിയ മഹാന്മാരൊക്കെ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. മനിസ്തുഗ്ളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാർ. അഥവാ ദേഷ്യം പിടിക്കേണ്ട, ദേഷ്യം ഉണ്ടാകേണ്ട ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് ദേഷ്യമില്ലെങ്കിൽ ആ ദേഷ്യം ഇല്ലാത്തൊരു മനുഷ്യൻ ഹിമാറാണ്. ഹിമാർ എന്ന വാക്കിൻ്റെ അർത്ഥം കഴുത എന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഈ ദുനിയാവിൻ്റെ മശ്രിഖും മഗ്രിബും വ്യത്യാസമില്ലാതെ ആ ആദർശം എത്തിച്ച സമുദ്ര സമാനരായ വലിയ മഹാത്മാവായ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ ഹദീസിൻ്റെ ആദർശം പിൻപറ്റിക്കൊണ്ട് പറയുന്നു, മനിസ്തുഗ്ളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാർ. ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം വേണം. ഇവിടെ എങ്ങനെയാണ് ജംഅ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംയോജിപ്പിക്കേണ്ടത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് അതിന് സംയോജിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യം പിടിച്ചത് എങ്ങനെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ മകളെ
സന്ദർശിക്കുന്നു. ഏത് യാത്ര കഴിഞ്ഞ് വരുമ്പോഴും നബിതങ്ങൾ അങ്ങനെയാണ്, മകളെടുക്കൽ വരും. അങ്ങനെയാണ് വാപ്പമാർ ചെയ്യേണ്ടത്. മക്കളോട് സ്നേഹപ്രകടനം ഉണ്ടാകണം. വലിയ നേതാവാണ്, ആ നാടിൻ്റെ ബഹുജനം ആദരിക്കുന്ന, ബഹുജനം നോക്കിക്കാണുന്ന, ആ നാടിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളും കണ്ണിലുണ്ണിയായി കരുതുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബിതങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ആ യാത്ര കഴിഞ്ഞ ആദ്യ വേളയിൽ തന്നെ തൻ്റെ മകളെ വന്ന് കാണും. അതൊരു നല്ല രീതിയാണ്, സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാണുമ്പോൾ മകൾ എന്ത് കരുതി? വാപ്പ എൻ്റെ ഈ വിഷമങ്ങൾ മാത്രം അറിഞ്ഞ് സങ്കടപ്പെടാതിരിക്കാൻ വാപ്പക്കൊരു സന്തോഷം ഇരിക്കട്ടെ എന്ന് കരുതി ആഭരണങ്ങൾ സംഘടിപ്പിച്ചു, അത് ധരിച്ചു. ഈ ആഭരണങ്ങൾ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം എങ്ങനെ? നബിതങ്ങൾ ആ ആഭരണത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചില്ല. സാധാരണ പ്രകടിപ്പിക്കാറുള്ള സന്തോഷ പ്രകടനങ്ങൾ, അതായത് ഫാത്തിമയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഫാത്തിമ ഇറങ്ങി വരും റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയുമായി മുസാഫഹത്ത് നടത്തും. അവരാലിംഗനം ചെയ്യും, വളരെ ആദരവോടെ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തും. ഈ ചടങ്ങുകളെല്ലാം ബ്ലോക്കായി. നബി തങ്ങൾ നേരെ മസ്ജിദുൻ നബവിയിലേക്ക് പോയി. എന്തേ? സൗന്ദര്യബോധം പാടില്ല എന്നാണോ? സൗന്ദര്യബോധം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സൽസ്വഭാവമാണ്. വൃത്തി വേണം, സൗന്ദര്യബോധത്തിൽ ജീവിക്കണം. മുടിയൊക്കെ നല്ല അടുക്കിലും ചിട്ടയിലും വെട്ടി ചീകി കൊണ്ട് നടക്കണം. മുടിയൊക്കെ ഇങ്ങനെ വികൃതമാക്കി ഒരു ഭാഗം പരണ്ടി മറുഭാഗം ഇങ്ങനെ കോലക്കേടാക്കി അങ്ങനെ കൊണ്ട് നടക്കരുത്. മുടിയൊക്കെ നല്ല വൃത്തിയിൽ വെട്ടി സൂക്ഷിക്കണം. താടിയുള്ള ഒരു താടിയൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം. ഡ്രസ്സ് നല്ല വൃത്തിയിൽ ഡ്രസ്സ് ധരിക്കണം, ഭംഗിയിൽ ഡ്രസ്സ് ധരിക്കണം, നല്ല ഭംഗിയിൽ നടക്കണം. സൗന്ദര്യബോധം ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. പക്ഷേ സൗന്ദര്യം ആരാധനയാകരുത്. സൗന്ദര്യം ആരാധനയാകരുത്. സൗന്ദര്യം സൗന്ദര്യത്തിനോടുള്ള ആഭിമുഖ്യം ഒരു മനുഷ്യനെ അന്ധകനാക്കരുത്. മനുഷ്യൻ്റെ കാഴ്ചയെ നഷ്ടപ്പെടുന്ന അന്ധതയായി സൗന്ദര്യം മാറരുത്. അപ്പോഴാണ് ഈ മനുഷ്യൻ സ്വന്തം ചുണ്ട് മതിയാകാഞ്ഞിട്ട് വരച്ചു കൊണ്ട് നടക്കേണ്ടി വരുന്നത്. താടിയും മുടിയുമൊക്കെ ഏതോ ഒരാളോടുള്ള ആഭിമുഖ്യം കാണിക്കാൻ ചിത്രം വരക്കുന്ന കോലത്തിലാകേണ്ടി വരുന്നതൊക്കെ അപ്പോഴാണ്, ആഭിമുഖ്യമാകുമ്പോഴാണ്. ഈ ആഭിമുഖ്യമുള്ള ആൾക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു പോകും. ആ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് ലക്ഷ്യബോധമില്ലായാൽ ആഖിറമാണ് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യബോധം. ആ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യം പ്രകടിപ്പിച്ചു. എങ്ങനെ? ചീത്ത വിളിച്ചോ? തല്ലേണ്ടി വന്നോ? ആക്ഷേപഹാസ്യങ്ങൾ ചൊരിയേണ്ടി വന്നോ? ഇല്ല. ഇതാണ് ദേഷ്യം വേണം എന്ന് പറഞ്ഞതിൻ്റെ പ്രായോഗിക രൂപം. അവിടെ ദേഷ്യത്തിൻ്റെ പേരിൽ മറ്റൊരാളുടെ അവകാശങ്ങൾ ഹനിക്കേണ്ടതില്ല, ഹക്കുകൾ, റൈറ്റുകൾ ലംഘിക്കേണ്ടതില്ല. ഇങ്ങനൊരു മനുഷ്യനോട് പെരുമാറാൻ കഴിയും. ഇതാണ് ദേഷ്യം വേണം എന്ന് പറഞ്ഞതിൻ്റെ അളവ്. ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അളവോ, ദേഷ്യപ്പെട്ട് മറ്റൊരാൾ തല്ലുകയോ മറ്റൊരാളെ ചീത്ത വിളിക്കുകയോ മറ്റൊരാളുടെ മാനസികമായ ശാരീരികമായ അവകാശങ്ങൾ ലംഘിക്കുകയോ ചെയ്തിട്ട് വേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വൈകാരികമാകരുത്. ഇത് തന്നെയാണ് ഈ പണ്ഡിതൻ്റെ വിഷയത്തിൽ ഉമ്മയുടെ സമീപനത്തിൽ നിന്ന് പഠിക്കുന്നതും. എന്താ? ആ ഉമ്മ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദേഷ്യപ്രകടനം മകൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടില്ല. മകൻ്റെ ജീവിതത്തിലുടനീളം സത്യത്തിൽ ഈ മകന് ഈ അടി കിട്ടേണ്ടി വന്നിട്ടുമില്ല. പക്ഷേ ആ നിലപാട് ആ മനുഷ്യൻ്റെ 50 വയസ്സ് കഴിഞ്ഞിട്ടും മുറിയാതെ, അവരിപ്പോൾ ഖബറിലാണ് കിടക്കുന്നത്, അള്ളാഹു പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പക്ഷേ ഇപ്പോഴും ആ മനുഷ്യൻ്റെ അധ്വാനമാണെന്ന് ഈ മകൻ തീർത്ത് പറയുന്നു. ഞാൻ ഈ വിഷയം മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പ്രഭാഷണത്തിൽ സംസാരിച്ചപ്പോൾ എന്നെക്കാൾ വയസ്സുള്ള ഒരു സഹോദരി, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ്റെ കൂടെ സമ്മതത്തോടുകൂടെ രണ്ടാരും ചേർന്ന് ഒരു ജീവിത കുറിപ്പ് എനിക്ക് എഴുതി അയച്ചു.
ആ ജീവിതക്കുറിപ്പിൻ്റെ ആകത്തുക എങ്ങനെയായിരുന്നു? ഞാൻ ജീവിച്ച് വളരുന്നത് വളരെ സൗകര്യങ്ങൾ കുറവുള്ളൊരു കാലയളവിൽ എൻ്റെ പിതാവ് വളരെ കർക്കശമുള്ള നിലപാടുകാരനായിരുന്നു. പബ്ലിക്കിൽ ഒരിക്കലും ഒന്നിനും ഞങ്ങൾ അയക്കാറില്ല. സ്കൂൾ വിദ്യാഭ്യാസം പോലും ഒരു ചെറിയ കാലയളവിന് ശേഷം നൽകാറില്ല. മദ്രസ വിദ്യാഭ്യാസം തന്നെയും കൂടുതൽ ലഭിക്കാനുള്ള സൗകര്യം അടുത്തില്ല. അദ്ദേഹം, ആ സഹോദരി പറയുന്നു, നീന്തൽ അത് ഒരു വലിയ ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷേ പബ്ലിക്കിൽ ഒരു കുളത്തിലേക്ക് ഞങ്ങൾ അയക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷത്തിനൊരിക്കലും പിതാവ് കുറവ് വരുത്തിയില്ല. നീന്തൽ പഠിക്കാൻ സ്വന്തം പറമ്പിൽ കുളം കുത്തി, ആ കുളത്തിൽ നീന്തൽ പഠിക്കാനുള്ള സൗകര്യമൊരുക്കി. എനിക്കെഴുതിയ എഴുത്ത്, നല്ല സാഹിത്യമറിയുന്ന ഒരു സാഹിത്യകാരിയുടെ എഴുത്തിൻ്റെ ചേരുവകളും ടേസ്റ്റും അതിൻ്റെ മികവുകളെല്ലാം ആ എഴുത്തിലുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് സത്യത്തിൽ പ്രായോഗികമായി കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല. ആ സഹോദരി എന്നോട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട്, ആ കുറിപ്പിലുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ദശാബ്ദങ്ങളായി, പക്ഷെ ഇന്നും ആദ്യ രാത്രിയിലേതുപോലെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം ഈ പിതാവിൻ്റെ നിലപാടോടുകൂടെയുള്ള വളർത്തലാണ്. അതിന്നും സന്തോഷത്തോടെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എന്ന് ആ കുറിപ്പിൻ്റെ ആകത്തുക. ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യ പ്രസ്താവന നടത്തിയത്. എന്താ ഞാൻ പറഞ്ഞത്? പാരൻറ്റിങ് കൃത്യമാണെങ്കിൽ അവിടെ പാരൻറ്റിങ് കൃത്യമാകാൻ അദ്ദേഹത്തിന് ഔദ്യോഗിക വിദ്യാഭ്യാസങ്ങൾ ആവശ്യമില്ല. പാരൻറ്റിങ് കൃത്യമാണെങ്കിൽ ഔദ്യോഗിക വിദ്യാഭ്യാസമില്ലെങ്കിൽ പോലും കൃത്യമായി നേട്ടങ്ങൾ നേടാനും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് ആത്മീയമായി വലിയ ഉയർച്ചയുണ്ടാകാൻ പറ്റും. ഇതിനെല്ലാം പറ്റുന്ന വിധത്തിൽ ഒരു സമൂഹത്തെ വളർത്താൻ ഒരു പാരൻറ്റിനുണ്ടാകേണ്ടത് എന്താണ്? ഒരു രക്ഷിതാവിനുണ്ടാകേണ്ടത് എന്താണ്? 1, കളങ്കമില്ലാത്ത സ്നേഹം. 2, കൃത്യമായ നിലപാടുണ്ടാകണം. 3, ഈ വിഷയത്തിൽ എപ്പോഴും ഒരു ഉപദേശകന്റെ ഉപദേശം തേടുന്ന സ്വഭാവമുണ്ടാകണം. ഈ മൂന്നാമത്തേതിന് പുതിയ കാലത്ത് മെൻറ്ററിങ് എന്ന് പറയും, പഴയ കാലത്ത് നസീഹത്ത് എന്ന് പറയും. പഴയ കാലത്ത് നമ്മുടെ നാടിനെ മാറ്റിമറിച്ച ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനമായിരുന്നു ദർസുകൾ. ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സ്ഥാപനമാണ്, വൈജ്ഞാനിക സ്ഥാപനമാണ് ദർസുകൾ. ഒരു നാട്ടിലൊരു ദർസുണ്ടായാൽ ആ ദർസിൽ വിദേശികളായ കുറേ വിദ്യാർത്ഥികൾ അവിടെ വന്ന് താമസിച്ച് മുഴുസമയവും പഠനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കും. കുറേ നാട്ടുകാരായ വിദ്യാർത്ഥികൾ അതേ ദർസിൽ വന്ന് ഒഴിവു സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കും. ഇതൊന്നും അല്ലാത്ത നാട്ടുകാർ അവരുടെ ജീവിതത്തിൽ മക്കൾക്ക് പഠിക്കണം, മക്കൾക്കൊരു വിവാഹം വേണം, വിവാഹം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റു ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകൾ, ഈ മേഖലകളിലെ വിഷയങ്ങളിലെല്ലാം ഈ ഉസ്താദിനോട് വന്ന് അഭിപ്രായം ചോദിക്കും. ഉസ്താദ് അഭിപ്രായം പറഞ്ഞു കൊടുക്കും. ആ അഭിപ്രായത്തിൻ്റെ പുറകെയാണ് അവർ ജീവിതം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് സമൂഹത്തിനൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു വൈജ്ഞാനിക നേതൃത്വം ഇങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമായിരുന്നു. അത് ചില ബിദഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നശിപ്പിച്ചപ്പോൾ ആർക്കും ആരെയും ചോദ്യം ചെയ്യാമെന്ന സ്വഭാവമുണ്ടാക്കുകയും വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം കൊണ്ടുവന്നപ്പോൾ കുറേ ഭാഗങ്ങൾക്ക് അപകടമുണ്ടായി. കുറേ സമൂഹത്തിൻ്റെ കെട്ടുറപ്പുകൾ നശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കെട്ടിപ്പടുത്ത കെട്ടുറപ്പുകൾ പലതും നമ്മുടെ നാട്ടിൽ പടുത്തുയർത്തപ്പെട്ടിരുന്നു. അത് പലതും തകർന്നുപോയി.
എന്നാലും അൽഹംദുലില്ലാ അതിൻ്റെ പിന്തുടർച്ച ഇന്ന് നടക്കുന്നതാണ്. നമ്മുടെ ഈ ലത്തീഫിയ സ്ഥാപനത്തിൽ ശ്രീയിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന മുതഅല്ലിമീങ്ങളും ഈ മുതഅല്ലിം വൃന്ദത്തോട് ചേർന്ന് അൽഹംദുലില്ലാ വലിയൊരു സമൂഹം രക്ഷിതാക്കളായും നാട്ടുകാരായും പൗരപ്രമുഖരായും എല്ലാവരും ചേർന്ന് ദീനീ ദഅവത്തുകളിൽ മുന്നിൽ നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അല്ലാഹു ഇതിനെല്ലാം പൂർവോപരി അഭിവൃദ്ധിയും ഉയർച്ചയും നൽകുമാറാകട്ടെ. എല്ലാ ഖൈറായ വളർച്ചയും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു സംവിധാനം മൂന്നാമത്തേത്. ഈ 3 വിഷയങ്ങളിൽ പാരന്റിനുണ്ടാകേണ്ട ഒന്നാമത്തത് സ്നേഹമാണ്. എന്താണ് സ്നേഹം? എങ്ങനെയാണ് സ്നേഹം? ഒരു പാരന്റിന് തൻ്റെ കുഞ്ഞിനോട് പ്രഥമദൃഷ്ടിയ പ്രകടിപ്പിക്കുകയും ആ പ്രകടിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആ പ്രകടിപ്പിക്കപ്പെട്ട മഫ്ഊലായ ഒബ്ജക്റ്റായ കുട്ടിക്ക് സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്നേഹം. രക്ഷിതാവിൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്, കുട്ടിക്കത് അനുഭവിക്കുന്നില്ല, അതിന് സ്നേഹമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇവിടെ ബിരിയാണി കൊണ്ടുവച്ചിട്ടുണ്ട്, ഇവിടെ വലിയൊരു ബോക്സിൽ 1000 ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 1000 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ 1000 പേർക്ക് ഈ ബിരിയാണി കിട്ടാതെ ഇവിടെ ബോക്സിൽ വെച്ചാൽ അത് ഭയങ്കര അപകടമാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അതിൻ്റെ സുഗന്ധം ദുർഗന്ധമാകും. പിന്നെ അത് കളയാൻ പോലും ബുദ്ധിമുട്ടാണ്. അതൊന്ന് വേസ്റ്റായി കളയാൻ പോലും പ്രയാസമായി മാറും. ഇതുപോലെയാണ് സ്നേഹം. സ്നേഹം അതുണ്ടാകണം, അത് മുഖാത്തബിന്, നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അത് കിട്ടുകയും വേണം. അപ്പോഴാണ് സ്നേഹത്തിന് സ്നേഹം എന്ന ഫലം ഉണ്ടാകുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. പലർക്കും രക്ഷിതാക്കൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ കുട്ടിക്കത് കിട്ടുന്നില്ല. കുറച്ചു മുമ്പ് ഒരു വിദ്യാർത്ഥിയെയും കൊണ്ട് രക്ഷിതാവ് വരുന്നു. +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്യാട്രിസ്റ്റ് ഡോക്ടറുടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥിക്ക് ആശ്വാസം കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും മാനസിക പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഈ രക്ഷിതാവും വിദ്യാർത്ഥിയും ഒക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്തായിരുന്നു ഇങ്ങനെ ആകാനുണ്ടായ കാരണം? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സ്കൂളിൽ വെച്ചൊരു തല്ലുകേസ് നടന്നു. ഈ തല്ലുകേസിൽ എൻ്റെ മോൻ പ്രതിയായി. ഇന്നത് വ്യാപകമാണ്. ആർട്ട്, കലാലോകം എന്ന് പറയുന്നത് കുറേ മീഡിയകളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് തയച്ചു വളരുന്ന ഒരു വിപണിയാണ്, വലിയ ഒരു വ്യവസായമാണത്. കലാലോകത്ത് പലപ്പോഴും സമൂഹത്തിന് അവരെന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ ഇത്തരം വലിയ വിപത്തുകൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നത് ആർക്കും മറക്കാൻ കഴിയാത്തൊരു പരമമായ ദുരന്ത സത്യമാണ്. സമൂഹത്തിൽ വ്യാപകമായി തല്ലുമാല. വളർന്നു വരുന്ന പുതിയ യുവത്വത്തെ പരസ്പരം തല്ലുന്നത് കഴിവാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം. പുതിയ ഒരു ടീമിന് യാത്ര ചെയ്യാൻ വാഹനം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടൂറിസ്റ്റ് ബസ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് പേര് ഹിറ്റ്ലർ എന്നിടണം, അല്ലെങ്കിൽ പിശാച് എന്നിടണം എന്ന തലത്തിൽ മാനസികമായി ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കാരണമാകുന്ന സിനിമ പോലെയുള്ള കലാലോകം വലിയ വിപത്തുകൾ ഇവിടെ സൃഷ്ടിച്ചു വെക്കുന്നുണ്ട് എന്നത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമാണത്. ഇരിക്കട്ടെ എൻ്റെ വിഷയം. ഈ വിദ്യാർത്ഥി ഇത്തരമൊരു പ്രശ്നങ്ങളിൽ അകപ്പെട്ടത് എവിടെ നിന്നാണ്? ഒരു തല്ലുകേസ്. വിദ്യാർത്ഥികൾ തമ്മിൽ ഗ്രൂപ്പായി തിരിഞ്ഞ് തല്ല് നടന്നു, വലിയ കുലുമാലുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അപകടങ്ങളുണ്ടായി. ആ കൂട്ടത്തിൽ ഈ വിദ്യാർത്ഥിയെ പിടിക്കപ്പെട്ടപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ ഫാമിലി സിറ്റുവേഷൻ, കുടുംബ സാഹചര്യം വളരെ മികച്ചതാണ്, നല്ല നിലവാരമുള്ളതാണ്. ആ മികച്ച കുടുംബ സാഹചര്യത്തിൽ ഈ കുട്ടി ഇത്തരമൊരു പോലീസ് കേസിൽ അകപ്പെട്ടപ്പോൾ അത് വലിയ വിഷയമായി ആ ഫാമിലിക്ക്. അത് ആ കുട്ടിക്കും പ്രശ്നമായി. അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി സൈക്കോളജിസ്റ്റിനെയും ശേഷം സൈക്യാട്രിസ്റ്റിനെയും കാണേണ്ടി വന്നു. അവർ മെഡിസിനിലേക്ക് അഭയം തേടി. മെഡിസിൻ കൊണ്ട് ഫലം ചെയ്യാതായ ഘട്ടം വന്നു. ആ സമയത്ത് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ,
നിനക്ക് എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണോ? ആ കുട്ടി ഏകദേശം റാപ്പോ സെറ്റിൽഡ് ആയതിന് ശേഷം ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചു. അതിൻ്റെ മർമ്മപ്രധാനമായ പോയിന്റിലെത്തിയപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഒരു സത്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? എൻ്റെ പിതാവ് വിദേശത്താണ്. വിദേശത്തുള്ള പിതാവ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന എൻ്റെ സ്ഥാപനത്തിലേക്കുള്ള ഫീസ് അയച്ചു തരാറുണ്ട്. എനിക്കാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ, ഭൗതികമായ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസുകൾ പലത് പറഞ്ഞാലും എനിക്ക് ചെയ്തു തരാറുണ്ട്. പക്ഷേ എൻ്റെ പിതാവ് എനിക്കയച്ച മെസ്സേജുകളിൽ എപ്പോഴെങ്കിലും മോനെ നിനക്ക് സുഖാണോ, ആർ യു ഹാപ്പി, നീ സന്തോഷവാനാണോ എന്ന് ചോദിക്കുന്ന ഒരു സമീപന രീതിയുണ്ടെങ്കിൽ ഞാൻ ഇത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോകില്ലായിരുന്നു എന്ന് ഇന്നെൻ്റെ മനസ്സെന്നോട് ശാപസ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ആ കുട്ടി പറയാണ്. ഇതൊരു പരമസത്യമാണ്. എന്താണ് വേണ്ടത്? ഞാൻ ഇടക്ക് കയറി അഡോളസൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാം. കൗമാരം ഇന്ന് രക്ഷിതാക്കൾക്കൊക്കെ ഭയമാണെന്ന് തോന്നുന്നു. 13 വയസ്സിന് മേൽപോട്ടുള്ള മക്കളെ കൗമാരക്കാരെന്ന് വിളിക്കാം. ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിലൊരഭിപ്രായത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. 13 മുതൽ 19 വരെ 20 വരെയുള്ള പ്രായം അഡോളസൻസ് കൗമാരപ്രായമാണെന്ന് പറയുന്നു. കൗമാരത്തെ ചിലർ പറയുന്നു അതൊരു ദുരന്തമാണ്, അത് പ്രശ്നമാണ്, ഭയങ്കര കുലുമാലാണ് ഇവരുടെ പ്രായത്തിന്. എന്നാൽ ഞാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പക്ഷത്ത് നിന്ന് പറയുന്നു, കൗമാരം ഏറ്റവും ധന്യമായ പ്രായമാണ്. അള്ളാഹു പടച്ച പ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യമായ ഒരു പ്രായമാണ് കൗമാരം. അള്ളാഹു സവിശേഷമായി അവതരിപ്പിക്കപ്പെട്ടതാണ് കൗമാരപ്രായത്തെക്കുറിച്ച്. വളരെ മഹത്വമുള്ളതായി പറഞ്ഞതാണ് കൗമാരം. കൗമാരം എന്ന പ്രായത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണ് ഉണ്ടാകേണ്ടത്? കൗമാരം വളരെ ശക്തിയുള്ള, പവറുള്ള, വളർച്ചയുള്ള, നല്ല ചിന്തയുള്ള നല്ല പ്രായമാണ്. നിങ്ങളൊരു കൗമാരക്കാരനോട് ചോദിക്കൂ, നീ എന്താണ് സെലക്ട് ചെയ്യുന്നത്? ഒരു കൗമാരക്കാരൻ പറയുന്നു, എനിക്ക് മിലിറ്ററിയിൽ ജോലി ചെയ്യണം. അവനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നത്? എനിക്ക് നാടിനെ സംരക്ഷിക്കുന്ന ആളാകണം. ഒരു കൗമാരക്കാരനോട് ചോദിക്കും, നീ എന്താണ് നിന്റെ ലൈഫിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അവൻ പറയുന്നു, എനിക്കൊരു വക്കീലാകണം. അവനോട് ചോദിച്ചു നോക്കും, നീ എന്തിനാണ് വക്കീലാകുന്നതെന്ന്? അവൻ്റെ മറുപടി, എനിക്ക് ഈ നാട്ടിലെ ഒരുപാട് പാവങ്ങളെ രക്ഷപ്പെടുത്തണം. നിങ്ങളൊരു കൗമാരക്കാരനോട് ചോദിക്കൂ, നീ ആരാകണം? അവൻ പറയുന്നു, എനിക്കൊരു ഡോക്ടറാകണം. നീ എന്തിന് ഡോക്ടറാകുന്നു എന്ന് ചോദിച്ചാൽ കൗമാരക്കാരൻ്റെ ഉത്തരം, ഒരുപാട് മനുഷ്യരുടെ ജീവിതം വീണ്ടെടുക്കണം. ഒരു കൗമാരക്കാരൻ പറയുന്നു, എനിക്കൊരു പൊളിറ്റീഷ്യനാകണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൗമാരക്കാരൻ പറയുന്ന ഉത്തരം എന്തായിരിക്കും എന്നറിയോ? എനിക്ക് നാടിന് ഒരുപാട് വിപ്ലവകരമായ ഉയർച്ചയുണ്ടാക്കണമെന്നായിരിക്കും. ഇതെല്ലാം നന്മയാണ്, ഇതെല്ലാം പ്രവർത്തനക്ഷമമാണ്, ഇതെല്ലാം ആക്റ്റീവ് മോഡാണ്. എന്നാൽ കുറച്ച് പ്രായം കൂടിയ ഒരാളോട്, ഒരു 25 വയസ്സിന് ശേഷമുള്ള ഒരാളോട് നിങ്ങളൊരു വക്കീലാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നോക്കൂ. എനിക്കെൻ്റെ കുടുംബത്തെ പോറ്റണം. നീ ഒരു ഡോക്ടറാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നോക്ക്. എനിക്കെൻ്റെ കുടുംബത്തിൽ വളരണം. നീ ഒരു പൊളിറ്റീഷ്യനാകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് കുറേ സമ്പാദിക്കണം. ഇങ്ങനെ സങ്കുചിതനാകുന്നത് കാണാം. സങ്കുചിതത്വമില്ലാത്ത വിശാല മനസ്സുള്ള പ്രായമാണ് കൗമാരം. ഈ പ്രായത്തിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യണം. നബി തങ്ങളുടെ മാർഗത്തെ ഫോളോ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞത് എന്താ? അക്രിമു ഔലാദക്കും. മക്കളോടുള്ള സമീപനത്തിൽ വളരെ മാന്യമായി സമീപിച്ച് മുന്നോട്ട് പോകണം. ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം പാരൻസ് ആണ് എന്നതുകൊണ്ട് ഞാൻ ഒരു ഭാഗം ബോധപൂർവം മറക്കുന്നുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന വളരെ പ്രിയപ്പെട്ട മക്കളെ തൽക്കാലം ഞാൻ മറന്ന് സംസാരിക്കുകയാണ്. കണ്ടില്ലെന്ന് നടിച്ച് സംസാരിക്കാൻ. മക്കളോട് എനിക്കൊരു കാര്യം ഇടയ്ക്ക് പറയാനുണ്ട്. അതെന്താ അറിയോ? നമ്മുടെ രക്ഷിതാക്കളിലോ അധ്യാപകരിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ ഒരു പോരായ്മയുണ്ടായാൽ ആ പോരായ്മയുടെ പേരിൽ പ്രക്ഷുബ്ധരാകാതെ, നമ്മുടെ ജീവിതം കളയാതെ, പേരുദോഷങ്ങൾ നേടാതെ, അപ്പോൾ പോലും
എൻ്റെ ജീവിതത്തിൽ ഉയർന്ന ഒരാളാകണം, എൻ്റെ ജീവിതത്തിൽ ഒരു മഹത്വമുള്ള മുഅ്മിനാകണം, നേട്ടമുള്ളൊരു സത്യവിശ്വാസിയാകണം, ജീവിതം വിജയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു പൗരനാകണം എന്ന ചിന്താഗതി എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എപ്പോഴും ഉണ്ടാകണം. രക്ഷിതാക്കൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചില്ലറ മിസ്റ്റേക്ക് പറ്റിയാലും അതിൻ്റെ പേരിലൊന്നും നമുക്ക് പേര് ദോഷം വരരുത്, നമ്മൾ തകർന്നു പോകരുത്, നമ്മൾക്ക് എവിടെയെങ്കിലും ഇകഴ്ത്തപ്പെടുന്നൊരു സാഹചര്യം വരരുത്. ഇൽമിനോട് ചേരാത്ത ജീവിത രീതിയുള്ളവരായി നമ്മൾ മാറരുത്, അറിവിനോട് ചേരാത്ത ജീവിത രീതിയുള്ളവരായി നമ്മൾ മാറരുത്, സ്വഭാവത്തിൽ മോശമായി പോകരുത്, രക്ഷിതാക്കൾക്കോ ഗുരുനാഥന്മാർക്കോ സന്തോഷം നൽകാൻ കഴിയാത്ത കഴിവുകെട്ടവരായി നമ്മൾ മാറിപ്പോകരുത്. തല്ലുമാലയിലൊക്കെ പെടുന്നത് എന്തുകൊണ്ടാണ്? ചിലരൊക്കെ വിചാരിക്കുന്നത് സഹപാഠിയെ തല്ലിത്തോൽപ്പിച്ചാൽ കഴിവാണ്. അതേത് ഗുണ്ടക്കും കഴിയും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വെറും മൃഗങ്ങളുടെ കഴിവ് മാത്രമുള്ള, ആരോഗ്യം മാത്രമുള്ള ഗുണ്ടകൾ, അവർക്കൊക്കെ കഴിയുന്നതാണ് തല്ലിത്തോൽപ്പിക്കൽ. മനുഷ്യൻ്റെ കഴിവ് അറിവാണ്, ആർട്ടാണ്. മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരാളെ തോൽപ്പിക്കേണ്ടത്? ഇത് ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത്. എന്താണ്? ഒരു ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കണം? ശത്രുവിലെ ശത്രുതയെ നശിപ്പിച്ചിട്ട് അവനെ മിത്രമാക്കണം. അതാണ് കഴിവ്. തല്ലലൊരു കഴിവൊന്നുമല്ല, അതേത് മൃഗങ്ങൾക്കും കഴിയും. മനുഷ്യൻ്റെ കഴിവ് ആർട്ടാണ്, മനുഷ്യൻ്റെ കഴിവ് കലയാണ്, കലാബോധമാണ്. മനുഷ്യൻ അതിജയിക്കേണ്ടത് അറിവ് കൊണ്ടാണ്. തൻ്റെ സഹപാഠി തനിക്കെതിരെ അക്രമവുമായി വരുമ്പോൾ അവനെ സ്നേഹം കൊണ്ട് കീഴടക്കി അവനിലും നന്മയുണ്ടാക്കുക എന്നതാണ് ശരിയായ പോരാളിയാകുന്നത്. അപ്പോഴാണ്. ഇങ്ങോട്ട് ചീത്ത വിളിക്കൽ കഴിവൊന്നുമല്ല, അതൊരു കഴിവുകേടാണ്. ഇങ്ങോട്ട് ആക്ഷേപിച്ചവനെ അങ്ങോട്ടും ആക്ഷേപിക്കുന്നത് കഴിവൊന്നുമല്ല, അത് കഴിവുകേടാണ്. കഴിവെന്താണ്? കഴിവ് ഇങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോൾ അങ്ങോട്ട് അവനെ നല്ല രീതിയിൽ അഭിസംബോധന ചെയ്യാൻ പറ്റിയാൽ അത് കഴിവാണ്, യോഗ്യതയാണ്, പവറാണ്. മറ്റു പവറൊന്നുമല്ല. മറ്റത് ആർക്കും സാധിക്കുന്ന, ഏത് മൃഗങ്ങൾക്ക് പോലും സാധിക്കുന്ന പരിപാടിയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ വരുന്നു. ഒരു രക്ഷിതാവ് എന്ത് ചെയ്യണം? ഈ പ്രായത്തിൽ നമ്മുടെ മക്കളോട് പെരുമാറുമ്പോൾ മക്കളോട് സമീപിക്കേണ്ട സമീപന രീതി നല്ല ബഹുമാനത്തോടെ സമീപിച്ച് ശീലിക്കണം. കമിസ്ലി സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ മുത്തുനബി തങ്ങൾ മക്കളോട് സ്വീകരിച്ച സമീപനം നോക്കൂ, പേരക്കുട്ടികളോട് സ്വീകരിച്ച സമീപനം നോക്കൂ, നബി തങ്ങളെടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുട്ടികളോട് സ്വീകരിച്ച സമീപനം നോക്കൂ. മക്കളോട് നബി തങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവർക്ക് മനസ്സിലാകുന്ന ശാന്തസുന്ദരമായ ഭാഷയിൽ. ഒരു ഈത്തപ്പനെ കെറിഞ്ഞിട്ട് വീട്ടുകാരൻ, രക്ഷിതാവ് കുടുങ്ങുന്നു. പടച്ചോനെ, നാട്ടുകാർ ഈത്തപ്പനൊക്കെ കെറിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കൂലേ? സമാധാനം പറയണ്ടേ? ആൻസർ പറയണ്ടേ? അങ്ങനെ കുടുങ്ങിയ മകനെയും കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കും. മോനെ, ഈത്തപ്പനയിൽ നിന്ന് നീ വല്ലപ്പോഴും ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടോ? അതെ. നല്ല മധുരമല്ലേ? നല്ല മധുരമാണ്. പോഷകമല്ലേ? ഉണ്ട്. ഈ ഈത്തപ്പഴം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയോ? ഈത്തപ്പനയിൽ നിന്നാണ്. ഈ ഈത്തപ്പനയെ നീ നേരത്തെ എറിയണോ? എന്തൊരു ഭംഗിയുള്ള സംസാര രീതി! അവിടെ പ്രക്ഷുബ്ധമായി ആക്ഷേപിച്ച്, ശകാരിച്ച്, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി കാര്യം നേടാം എന്ന് അധ്യാപകരെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. രക്ഷിതാക്കളെയും നബി തങ്ങൾ പഠിപ്പിച്ച ബഷിറു വലാ തുനഫിറു. മക്കളോടൊക്കെ നല്ല സന്തോഷകരമായി പെരുമാറണം. വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ മക്കളോട് എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും, മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സലാം പറയണം, മുസാഫഹത്ത് ചെയ്യണം, ആലിംഗനം ചെയ്യണം, അവർക്ക് ചുംബനം നൽകണം, അവരെ അണച്ചുകൂട്ടണം, വിവരങ്ങൾ ചോദിക്കണം. ഇവിടെയാണ് സ്നേഹം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. പലപ്പോഴും രക്ഷിതാക്കൾ പിഴച്ചു പോകുന്നത് ഈ വിഷയത്തിൽ ഇവിടെയാണ്. ഒരു ദിവസം എൻ്റെ അടുത്തൊരു രക്ഷിതാവ് വളരെ പ്രയാസത്തോടുകൂടെ ഇരുന്ന് കരയുകയാണ്. വളരെ പ്രായമുള്ള, അതേസമയത്ത് നല്ല ആരോഗ്യമുള്ള, നല്ല ആഫിയത്തുള്ള, സുന്ദരസുമുഖനായ മനുഷ്യൻ. അദ്ദേഹം കരയുന്നത് സ്വന്തം മകൻ. ഈ മകൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ,
ആ ആരോഗ്യമുള്ള 16-കാരനായ മകൻ്റെ കാര്യത്തിൽ പിതാവ് സങ്കടപ്പെട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകന് അവന് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. അവന് വാഹനം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ വാഹനം ഞാൻ കൊടുത്തു. അങ്ങനെ എൻ്റെ വാഹനം സ്വയം ഉപയോഗിക്കുന്ന, എൻ്റെ ഫോണിനേക്കാളും വിലപിടിപ്പുള്ള ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള എൻ്റെ മകൻ ഇന്ന് എന്നെ ശത്രുവെപ്പോലെ പെരുമാറുന്നു. ഞാൻ എന്തു പറഞ്ഞോ അതിനെല്ലാം മോശമായി ആൻസർ പറയുന്നു. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കും, എന്നെ ചോദ്യം ചെയ്യുകയോ എന്നിൽ ഇടപെടുകയോ ചെയ്യണ്ട എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞൊരു ദിവസം എൻ്റെ വീടിൻ്റെ എല്ലാ വാതിലുകളും, അദ്ദേഹം നല്ല സമ്പന്നനാണ്, വീടൊക്കെ അടിപൊളിയാണ്, ഓരോ വാതിലും അതിശക്തമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, എൻ്റെ മകൻ ആയുധങ്ങളെടുത്ത് എൻ്റെ വീടിൻ്റെ വാതിലുകളെല്ലാം കൊത്തി പൊളിച്ചു കളഞ്ഞു. ഞാൻ അവസാനം ദിവസങ്ങളോളം ഇവനെ സംയമനത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം പോലീസിൽ ചെന്ന് ഞാൻ അഭയം തേടി. പോലീസുകാരോട് ഞാൻ ചോദിച്ചു, വളരെ സൗമ്യമായി സംസാരിച്ചു, എനിക്ക് വല്ല രക്ഷയുണ്ടോ? പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടായാൽ നിങ്ങളുടെ മകന് കൂടുതൽ പേരുദോഷം വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറച്ചുകൂടി സമയമെടുത്ത് സംയമനം ഉണ്ടാക്കിയാൽ അതാണ് നല്ലത്. ഞങ്ങൾ ഇടപെട്ടാൽ അത് നിങ്ങൾക്ക് പേരുദോഷമാകും, ന്യൂസിൽ വരും. എന്നിട്ട് പോലീസുകാരൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കൂടുതൽ സമയവും ഇതിനാ സമയം ചെലവഴിക്കേണ്ടി വരുന്നത്. ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നത് കൗമാരക്കാരായ മക്കൾ അവർ തലവേദനയായതിൻ്റെ പേരിൽ രക്ഷിതാക്കൾ പ്രയാസപ്പെടുന്നു, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിടത്താണ് സമയം ചെലവഴിക്കേണ്ടി വരുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഒരു രക്ഷിതാവ് ഒരു ദിവസം ഒരു സൈക്കോളജിസ്റ്റായ സുഹൃത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ അടച്ചു തരുമോ? എന്തേ കാരണം? തലയിൽ വലിയ ബാൻഡേജ് ഉണ്ട്, ഈ ബാൻഡേജ് എൻ്റെ മകൻ വെട്ടിയതാണ്, ഈ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിലാക്കി തന്നാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടോളാം. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല, ഇങ്ങനെ നടക്കുന്നുണ്ട്. എവിടെയാ പ്രശ്നം? എവിടെയാ? എന്താണ് സൊല്യൂഷൻ? ഞാൻ ഒന്നാമത് പറഞ്ഞതിലെ ഈ രക്ഷിതാവ് മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന വ്യാജേന മക്കൾ ചോദിക്കുന്ന പാടില്ലാത്ത എല്ലാം ചെയ്തു കൊടുക്കുന്നു. പ്രായം തികയാത്ത 18 വയസ്സാകാത്ത മക്കൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് അനർത്ഥമാണ്, അർത്ഥശൂന്യമാണ്. പക്ഷെ ചെയ്യാത്ത രക്ഷിതാക്കൾ ഇന്ന് കുറവാ. കഴിവുകേടാണിത്. അതുപോലെ ലൈസൻസ് കിട്ടുന്നതിൻ്റെ മുമ്പ് വാഹനം കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നു. വാഹനം വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ പോലുമുണ്ട്. പറയേണ്ട പദപ്രയോഗങ്ങൾ ഞാൻ വളരെ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. ആ രക്ഷിതാക്കൾ എന്താ വിളിക്കണ്ടേ? ചെയ്യേണ്ടത്, സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യേണ്ടത് വാഹനം കൊടുക്കലല്ല, അവർക്ക് ലക്ഷറി സൗകര്യങ്ങൾ ഒരുക്കലല്ല ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് സ്നേഹം പങ്കിട്ട് സംസാരിച്ച് ശീലിക്കണം. സംസാരിക്കുന്ന സമയത്ത് ആക്ഷേപഹാസ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും, ബ്ലെയിമിങ്, തേർത്തീം അതൊഴിവാക്കുക, കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. പകരം അവരോട് സൗമ്യമായി മനുഷ്യനായി കണ്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഒരാഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും സാധാരണ ഡേ സ്കോളേഴ്സായി താമസിക്കുന്ന വിദ്യാർത്ഥികളോട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. റെസിഡൻഷ്യലായി താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മാസത്തിൽ 3 ദിവസം വീട്ടിൽ വരുന്ന രക്ഷിതാക്കൾ, മാസത്തിൽ 3 തവണ വീട്ടിൽ വരുന്ന വിദ്യാർത്ഥികളോട് രക്ഷിതാക്കൾ അന്ന് അവരെ എല്ലാ ഹസനാത്ത് സയ്യാത്ത് ഹിസാബ് എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വരുമ്പോൾ അവരെ ബഹുമാനത്തോടെ സ്വീകരിക്കണം. അവരുടെ കൂടെ വന്ന ഉടനെ അവരോടൊന്നിച്ചിരിക്കണം. ഈ മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്നിച്ചിരുന്നതിന് ശേഷം, മോനെ എത്ര മണിക്കാണ് നീ വരുന്ന യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? റാഹത്തായിരുന്നോ? എന്തൊക്കെയായിരുന്നു സ്ഥാപനത്തിലെ ദർസിലെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് ഉസ്താദിൻ്റെ വിശേഷങ്ങൾ? ഉഷാറാണോ? റാഹത്താണോ?
വിശേഷങ്ങളൊക്കെ സസന്തോഷം കൈമാറിയതിന് ശേഷം മക്കളോട് ചോദിക്കുന്നു, ഇനി എപ്പോഴാണ് തിരിച്ചു പോകേണ്ടത്? വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിലെത്തിയ കുട്ടി പറയുന്നു, വെള്ളി ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് എത്തേണ്ടത്. മസലൻ ഫോർ എക്സാമ്പിൾ, ആ കുട്ടിയോട് ചോദിക്കുന്നു, മക്കളെ, നമ്മൾ ഈ ഒരു 3 ദിവസം നല്ലൊരു അടിപൊളി ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റിയല്ലേ, നല്ലൊരു ഫാമിലി ഗാദറിംഗ് ആക്കി മാറ്റിയല്ലേ ഈ 3 ദിവസം, എന്ത് ചെയ്യണം? ഈ 3 ദിവസത്തിനിടയിൽ ലഭ്യമായ സമയങ്ങളെല്ലാം കളർഫുള്ളായി പ്ലാൻ ചെയ്യണം. നിങ്ങളൊരു മങ്കൂസ് മൗലിദിൻ്റെ ഒരു സദസ്സൊരുക്കൂ. എല്ലാവരും ഒന്നിച്ചിരുന്ന് നല്ല ഒരു അടിപൊളി പാർട്ടി, ഹെൽത്തി ഫുഡ് പാർട്ടി ഉണ്ടാക്കൂ. എന്നിട്ട് നല്ലൊരു കളർഫുൾ മൗലിദ്, അത് അടിപൊളിയായിട്ടൊരു ഗാദറിങ് നടത്തൂ. ആ ഗാദറിങ്ങിൻ്റെ ഇടയിൽ ഒരു സമയം നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഫാമിലിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ദർസിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കൂ. അങ്ങനെ കളർഫുള്ളായിട്ട് വന്നിട്ട് തിരിച്ചു പോകുന്നത് വരെയുള്ള സമയങ്ങളെല്ലാം നല്ല പ്ലാനിങ് ചെയ്യുക. ഒരു പ്ലാനും ഇല്ല. മോൻ വന്നു, ഡ്രസ്സൊക്കെ അയച്ചിട്ടു, ഇനി എന്താ? ഉമ്മേൻ്റെ ഫോണൊന്ന് എടുത്തു, ഓപ്പണാക്കി. അപ്പോൾ ഉമ്മക്ക് പ്രശ്നമൊന്നുമില്ല. വാപ്പാൻ്റെ ഫോൺ എടുത്തു, ഉപയോഗിച്ചു, വാപ്പാക്ക് പ്രശ്നമില്ല, വന്ന ഉടനെയല്ലേ. പിന്നെ ഇവൻ മുഴുവനും ഷോർട്സിലായി, റീൽസിലായി. ഇവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ വരുന്നില്ല, നിസ്കരിക്കാൻ വിളിച്ചപ്പോൾ അതിനും വരുന്നില്ല. അപ്പോഴാണ് ഉമ്മ ചൂടാകുന്നത്. വന്നിട്ട് ആദ്യം തുടങ്ങിയത് ചൂടാകൽ. എന്തുകൊണ്ട് സംഭവിച്ചു? ഈ ഒരു ക്വാളിറ്റി ടൈമിൻ്റെ മിസ്സിംഗ് ആണ്. ഇനി ബൈ ചാൻസ് അങ്ങനൊരു ഇതിൽ പെട്ടുപോയാൽ, പെട്ടതിന് ശേഷം നിങ്ങൾ ബഹളം വെക്കുന്നതിന് പകരം നിങ്ങൾ തൽക്കാലം മിണ്ടാതിരിക്കുക. തൽക്കാലം മിണ്ടാതിരുന്നതിന് ശേഷം അവനെല്ലാം കഴിയട്ടെ, എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് അവനോട് ചോദിക്കുക. ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത്, ഒരനർത്ഥം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വന്നാൽ പിന്നെ ആ അനർത്ഥം നടക്കുന്നതിനിടയ്ക്കിൽ ചെന്ന് നിങ്ങൾ സംസാരിച്ചാൽ അതിൽ കോൺഫ്ലിക്റ്റായി മാറും, തർക്കമായി മാറും. തർക്കത്തിന് ഒരിക്കലും കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമില്ല. ഒരു ദിവസം ഉപ്പ എന്നെ വിളിച്ചു, നല്ല പണ്ഡിതനാണ്. വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, സതേ, എൻ്റെ മോന് വല്ലാതെ മോശമായി എന്നോട് സംസാരിച്ചു കളഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി, എപ്പോഴാണ് ഉണ്ടായത്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ സുബഹി നിസ്കരിച്ചു മദ്രസയിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ മകൻ്റെ അടുത്ത് ചെന്ന് അവനെ വിളിച്ചതാണ്. അവൻ സുബഹി നിസ്കരിച്ചിട്ട് കിടക്കുകയാണ്. ആ ഉറക്കത്തിനിടയിൽ അവനെ വിളിച്ചിട്ട് അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇയാൾക്ക് താങ്ങാൻ പറ്റിയില്ല. അവൻ ഉറക്കത്തിലാണ്. സത്യത്തിൽ ഒരാൾ ഒരു കോൺഫ്ലിക്റ്റ് മോഡിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും നീതിയും ന്യായവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് മോഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. തർക്കത്തിനിടയിൽ ആശയവിനിമയം നടത്താമെന്ന് കരുതരുത്. തർക്കത്തിനിടയിൽ ചെന്ന് ആശയവിനിമയം നടത്തിയാൽ രണ്ടാൾ തമ്മിൽ തർക്കം കൂടുമ്പോൾ അവിടെ ചെന്നിട്ട് അയാളോട് വിവരം ചോദിച്ചാൽ അടി ഇങ്ങൾക്കും കൂടെ കിട്ടും. പിന്നെ എന്തിനാന്ന് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രശ്ന സങ്കീർണമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴാണോ അവരോടൊരു ഫ്രീ ടൈം കിട്ടുന്നത് അത് വെയിറ്റ് ചെയ്യണം. പിന്നെ ആ ഫ്രീ ടൈമിനിടയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഉള്ളതുള്ളതുപോലെ സത്യസന്ധമായിട്ട് അവരോട് പറയണം. സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ബഹുമാനത്തോടെയും ആദരവോടെയും സംസാരിക്കണമെന്ന് രത്നചുരുക്കം. മക്കളോട് എല്ലാം കൽപ്പിച്ച് സംസാരിക്കുക. നിങ്ങൾ അലി കുഞ്ഞുസ്താദിൻ്റെയൊക്കെ സംസാരം കേട്ടിട്ടില്ല? നവറല്ലാഹു ബർക്കതുഹു, അള്ളാഹു മഹാനവറുകളുടെ മദത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നൽകുമാറാകട്ടെ. ആ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര സുന്ദരമാണ് ആ സംസാരം, എത്ര സോഫ്റ്റാണ് ആ സംസാരം. സംസാരം സോഫ്റ്റായത് വകയിൽ ആരെങ്കിലും ചീത്തയായിട്ടുണ്ടോ? നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ആ സംസാരം അത്ര സോഫ്റ്റായി പോയ വകയിൽ ആരെങ്കിലും ചീത്തയായി പോയിട്ടുണ്ടോ? ഇല്ല, ആകില്ല എന്നതാണ് സത്യം. അപ്പം നമ്മൾ എന്തു വേണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഒരാശയം ജീവിതത്തിൽ പ്രയോഗിക്കണം. ജീവിതത്തിൽ പ്രയോഗിക്കുന്ന സമയത്ത് മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് കൗമാരക്കാരാകുന്ന സമയത്ത് അവർക്ക് പ്രായം കൊണ്ടൊരു കൺഫ്യൂസ്ഡ് ഏരിയയാണത്. ചെറിയൊരു ആശയ വ്യക്തത കുറയുന്നൊരു സമയമാണത്. എന്തുകൊണ്ടെന്നറിയോ? ഒരു 13, 14, 15 ആകുമ്പോൾ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരും, ശരീരത്തിലും ചെറിയ മാറ്റം വരും. മീശയൊക്കെ ചെറുതായിട്ട് മുളക്കും, താടിയിലൊക്കെ ചെറുതായിട്ട് രോമം വരും, ശബ്ദം ചെറുതായിട്ട് മാറും. നേരത്തെയുള്ള സോഫ്റ്റ് സൗണ്ട് കുറച്ച് ഹാർഡ് സൗണ്ടായിട്ട് മാറും, കുറച്ച് കഠിനമായ സൗണ്ടായിട്ട് മാറും. അതുപോലെ ചിലപ്പോഴൊക്കെ സാധാരണ സ്നേഹത്തോടെ സംസാരിച്ച സമയത്ത് ഒന്ന് മാറി സംസാരിക്കുന്നൊരു പ്രവണതയൊക്കെ ഉണ്ടാകും.
ഈ പ്രവണതയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്നും ബഹളം വെക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ അവരുടെ കൂടെ ഏതെങ്കിലും അരുതായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, മോനെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു, നിനക്കിപ്പോൾ ഒരു മനസ്സ് റെഡിയാണോ, ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അവനോട് പറയുന്നു, ഇന്ന കാര്യം നിന്റെ സംസാരത്തിൽ ഇച്ചിരി മോശമായി എനിക്ക് തോന്നുന്നുണ്ട്, എന്താ നിനക്ക് തോന്നുന്നത്, ഇതിൽ നല്ലതിന്നതാണ്, നല്ല റൂട്ടിലേക്ക് എൻ്റെ മോൻ മാറണം. ഈ ഭാഷ ഡയറക്റ്റ് ഫോം ഉപയോഗിക്കണം, ഇൻഡയറക്റ്റ് ഫോം ഉപയോഗിക്കരുത്. എന്ന് പറഞ്ഞാൽ മോനോട് ചോദിക്കുകയാണ്, ഇത് കാണുന്നില്ല ഈ നാട്ടിൽ എത്ര മക്കളുണ്ട്, നിന്നെപ്പോലെ ആരാ ഉള്ളത്, ഒന്ന് നന്നായിക്കൂടെ, എപ്പോഴാ നീയൊക്കെ നന്നാവല്, നീ ആ ചുമരിൻ്റെ നേരെ നിന്നിട്ടൊന്ന് വരച്ചു നോക്ക് എത്ര വലുപ്പമുണ്ട്. ഇങ്ങനെയല്ല പറയേണ്ടത്, ഇത് ഇൻഡയറക്റ്റ് ഫോമാണ്. പകരം മക്കളോട് പറയേണ്ടത്, മോനെ നീ നല്ല മോനാണ്, നീ ഇത്രയും കാലം എനിക്ക് പ്രിയപ്പെട്ട മോനാണ്, ഇവിടുന്ന് അങ്ങോട്ടും എനിക്ക് നിന്നോട് ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്, എൻ്റെ ജീവിതത്തിൽ നീ വലിയൊരു പ്രതീക്ഷയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവൻ പറയുന്നു, ഞാനിപ്പോൾ വലിയൊരു പരീക്ഷയുടെ ബേജാറില്ല, അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുക, അത് നമുക്ക് 23 കഴിയട്ടെ, അന്ന് സംസാരിക്കാം. അന്നായിക്കോട്ടെ, അന്ന് സംസാരിക്കാം, അന്ന് സംസാരിക്കണം. അല്ലാതെ നമുക്ക് തോന്നുമ്പോൾ പറയാനുള്ളത് ഇടിച്ചു കയറി പറയുന്ന ശൈലിയല്ല വേണ്ടത് എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപന സുരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അങ്ങനെയാണ്. അങ്ങനെ വേണം മക്കളോട് സമീപിക്കാൻ. കൗമാരപ്രായത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു മാറ്റർ എന്താണ്? പ്രണയമാണ്, ലവ് അഫെയർ. എന്തുകൊണ്ടാണ് ഈ പ്രണയം ഇങ്ങനെ ദുരന്തം തീർക്കുന്നത്? ഒന്ന്, മിഥ്യകളെ പിന്തുടരുന്നത് കൊണ്ടാണ് ഒന്ന് അബദ്ധം സംഭവിക്കുന്നത്. പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമെന്നാണ്. സ്നേഹം ഒരിക്കലും അപകടം അല്ല. അതേസമയത്ത് ഇന്ന് പ്രണയത്തിൻ്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രണയമല്ല, സെക്സാണ്, ലൈംഗികതയാണ്. പക്ഷേ ഈ ലൈംഗികതയിൽ പ്രശ്നമുണ്ടാകുന്നതിൻ്റെ 3 കാരണങ്ങൾ. ഒന്ന്, ആദ്യമായി ലൈംഗികതയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതാണ്. സെക്സ് എന്ന് പറയുന്നത് പവിത്രമാണ്, ജൈവികമായി വളരെ ഗുണമുള്ളതാണ്, ആത്മീയതക്കൊരു മനുഷ്യൻ ആവശ്യമുള്ളതാണ്, മനുഷ്യൻ്റെ സാമൂഹികാവസ്ഥ ഭദ്രമായി നിലനിൽക്കാൻ ആവശ്യമുള്ളതാണ്, ഈ ലോകത്ത് മനുഷ്യനിലെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ ആവശ്യമുള്ളതാണ്. ഭക്ഷണം പോലെ, ഭക്ഷണം ആരോഗ്യത്തിന് ആവശ്യമാണ്, ഭക്ഷണം ആത്മീയതയ്ക്ക് ആവശ്യമാണ്, ഭക്ഷണം ഒരു മനുഷ്യൻ്റെ സാമൂഹികാവസ്ഥ നന്നാകാൻ ആവശ്യമാണ്. പക്ഷേ ഭക്ഷണത്തിൽ അനാരോഗ്യമായ ഭക്ഷണം കഴിച്ചാൽ അപകടമാണ്, സ്ഥലം മാറി ഭക്ഷണം കഴിച്ചാൽ അപകടമാണ്, ആള് മാറി ഭക്ഷണം കഴിച്ചാൽ അപകടമാണ്. ഇപ്പം ഇവിടെ വലിയൊരു ഉസ്താദിന് കൊണ്ടുവച്ച ഭക്ഷണം ഞാൻ കയറി പതുക്കെ എടുത്ത് കഴിച്ചാൽ വഷളാണത്. ഇവിടെ വെച്ച് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ ഇവിടെ ഞാൻ പത്തിരിയും കറിയും ഒക്കെ കൊണ്ടുവന്ന് കഴിക്കുകയാണെങ്കിൽ അതൊരു വഷളാണ്, ഇച്ചിരി മാനസികമായ ആൾക്ക് സൂക്കെടുക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കും. ഇങ്ങനെ ആളും തരവും സ്ഥലവും ഒക്കെ മാറിയാൽ ഭക്ഷണം പ്രശ്നമാകുന്നത് പോലെ ലൈംഗികതയും പ്രശ്നമാണ്. അടിസ്ഥാനപരമായി ലൈംഗികതയെ നിഷേധിക്കപ്പെടരുത്. എവിടെയാണ് അബദ്ധം പറ്റുന്നതെന്നറിയോ? പലപ്പോഴും ഒരു ആൺകുട്ടിക്ക് ഒരു 13, 14, 15 വയസ്സാകുമ്പോൾ സെക്ഷുവലായി മെച്യൂരിറ്റി ഉണ്ടായി തുടങ്ങും. പെൺകുട്ടിക്ക് 9 വയസ്സ് മുതൽ സെക്ഷുവലായി മെച്യൂരിറ്റി ഉണ്ടാകും. ഇത് മെഡിക്കൽ സയൻസ് സ്ഥിരപ്പെടുത്തിയതാണ്. ഇത് നമ്മളങ്ങോട്ട് നിഷേധിക്കുകയാണ്. നമ്മൾ നിഷേധിച്ചിട്ട് ക്ലാസ്മേറ്റ് എന്ന പേരിൽ ഇതാ ഈ 14, 15 വയസ്സായ ഈ പുരുഷനും ഈ സ്ത്രീയും, അതാണ് ശരി, സ്റ്റുഡൻ്റാണ്, അതിൻ്റെ പേരിൽ 15 വയസ്സായ ഒരു ആൺകുട്ടി പുരുഷനാകാതിരിക്കുന്നില്ല, ഒരു പെൺകുട്ടി സ്ത്രീയാകാതിരിക്കുന്നില്ല. ഈ സ്ത്രീയായിട്ട് നമ്മൾ ചില കണ്ണടക്കലുകൾ നടത്തുന്നു. ഈ ഉച്ചക്ക് 11, 12 മണിയാകുന്ന ഈ സമയം നമ്മളെല്ലാവരും കൂടി കണ്ണടച്ചിരുന്നാൽ ഇത് രാത്രിയാവോ? ഇല്ല, ഇത് പകല് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് സെഷനിൽ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ, ആ മകൾ ഇൻസ്റ്റഗ്രാമിൽ ID ഓപ്പണാക്കി. ഇൻസ്റ്റഗ്രാമിൽ ID ഓപ്പണാക്കുന്നതിനെക്കുറിച്ച് വർത്തമാന സാഹചര്യത്തിൽ എൻ്റെ അഭിപ്രായം
നിങ്ങൾ മുംബൈയിൽ പോയി, റെഡ് സീറ്റിൽ, ചുവന്ന തെരുവിൽ പോയി എന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥം അതുപോലെയാണ്. ആർക്ക്? ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, ശരിയല്ലെന്ന് പറയാം, എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ പറയാനും സ്വാതന്ത്ര്യമുണ്ട്. ജീവിതാനുഭവങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ 1000 കുതിരശക്തിയോടെ ഞാൻ പറയുന്ന ഈ ആദർശത്തിൻ്റെ പിന്നാലെ വരും എന്ന് ശ്രോതാക്കളോട് ഞാൻ ഈ സമയത്ത് പറയുന്നു. ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ID ഫോണിൽ ഡിസ്പ്ലേയിൽ വരാതെ ഹൈഡ് ചെയ്ത് വെക്കാൻ കൂടി പഠിച്ചു. അപ്പോൾ ഈ രക്ഷിതാവ് ഈ കുട്ടിയോട് ചോദിച്ചു, നീ ഇങ്ങനെ പഠിച്ചു? അത് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എന്തിനാണ് ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് മറച്ചു വെക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഒരു ഇൻസ്റ്റഗ്രാം ID തുടങ്ങിയിട്ട് അത് മറച്ചു വെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ശേഷം ആൻസർ കാണാം. എന്താണ്? ഈ കുട്ടി സ്ഥിരമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ. ആരോട്? 7ാം ക്ലാസ്സുകാരനായ മറ്റൊരു ആൺകുട്ടിയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ചാറ്റിൻ്റെ മീനിങ്? എന്താണ്? കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നു, കുട്ടി ആകെ കരയുന്നു, വെപ്രാളപ്പെടുന്നു. കുട്ടി പറയുന്നു, അവനെ പ്രപ്പോസ് ചെയ്തു. എന്താണ് അതിൻ്റെ മലയാളം? എന്നെ വിവാഹം അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്ന ആശയം എന്തോ അറ്റ് സെയിം എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഒളിച്ചു കളിക്കുകയാണ്. ഈ നട്ടുച്ച പകലിൽ നമ്മൾ പറയുന്നു ഇപ്പം രാത്രിയാണ്, എല്ലാവരും കണ്ണടക്കുന്നു. എന്തിന്? ഇറ്റ്സ് എ ബ്ലണ്ടർ ഐഡിയയാണത്, ഫൂളിഷ് ഐഡിയയാണത്. ഈ നട്ടുച്ച സമയത്ത് കണ്ണടച്ചിട്ട് പറയുന്നു ഇപ്പൊ രാത്രിയാണ്. ഈ നട്ടുച്ച സമയം രാത്രിയാകുമോ? ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയോട് ടൈപ്പ് ചെയ്ത് അന്വേഷിക്കുന്ന മെസ്സേജിന്റെ ബിഗിനിങ്, അതിൻ്റെ ബിദായ, അതിൻ്റെ തുടക്കം എന്താണ്? അവനെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് ആ സമയത്ത് ചെയ്യുന്ന ചാറ്റിംഗ്, അത് നിങ്ങൾ പഠനത്തിൻ്റെ പേരിലായാലും അല്ല തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പേരിലായാലും അതിൻ്റെ മോട്ടീവ് സെക്സ് ആണ് എന്നത് വെറുതെ കണ്ണടച്ച് രാത്രിയാണെന്ന് പറയേണ്ട മക്കളെ, അതൊരു ബ്ലണ്ടർ മാത്രമാണ്. ശാരീരികമായി ആ കുട്ടിയിൽ ആ സമയത്തുണ്ടാകുന്ന സെക്ഷൽ മെച്യൂരിറ്റിയുടെ ഭാഗമായുള്ള സിംറ്റംസ് ആണ് ആ ചലനം. അതിനെ വെറുതെ നിഷേധിക്കണ്ട, ആദ്യം അത് അംഗീകരിക്കൂ. സത്യത്തിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഈ പ്രായത്തിൽ എതിർലിംഗത്തോട് ഈ താല്പര്യം തോന്നുക എന്ന് പറയുന്നത് പലരും പറയുന്നത് പോലെ ഞരമ്പ് രോഗം അല്ല. ചിലരൊക്കെ അതിന് ഞരമ്പ് രോഗം എന്ന് പറയും. ഞരമ്പ് രോഗമല്ല. ഈ പ്രായത്തിൽ ജൈവികമായി ബയോളജി കൃത്യമായി പഠിച്ച ഒരാൾക്ക് മനസ്സിലാകുന്ന ജൈവികമായൊരു സവിശേഷതയാണത്. അല്ലാതെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവമല്ല. എതിർലിംഗത്തോട് താല്പര്യം തോന്നും, അതാണ് അവിടുത്തെ ജൈവികത. പക്ഷെ എന്തു വേണം? പരിമിതികൾ സ്വീകരിക്കണം. ഏതുപോലെ? 2 വീലർ ഓടിച്ച് യാത്ര ചെയ്യാണ്. 2 വീലർ ഓടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ആൾ പറയുന്നു, ഞാൻ 5 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തു 5 കൊല്ലം കൊണ്ട്, ഇതുവരെ ഒരു തവണ പോലും ഞാൻ വീണിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഹെൽമറ്റ് ധരിക്കേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇവിടെ കോടതി അംഗീകരിക്കുമോ? നിയമപാലകർ അംഗീകരിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാ? അപകട സാധ്യതയുണ്ട് എന്നത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എങ്കിൽ സുരക്ഷാ കവചം സ്വീകരിക്കണം, നിങ്ങൾ ഹെൽമറ്റ് ധരിക്കണം. അല്ല, ഞാൻ 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുള്ളൂ, പറ്റൂല, പെട്ടാൽ ഫൈന് തരണം. ഇതാണ് നിയമസാധുത. നിയമം ഒരു റൂൾ ഫോർമേഷൻ്റെ റൂട്ട് ഇതാണ്. എങ്കിൽ ഇസ്ലാം ഇത് വളരെ സുതാര്യമായി പറയുന്നു. ഏത് ബയോളജിയും അറിയുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പരമസത്യത്തെ ഇസ്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതാ നിങ്ങൾക്കിങ്ങനെ താല്പര്യം തോന്നാം, അത് ജൈവികമാണ്. ഈ ജൈവികമായ താല്പര്യം തോന്നുമ്പോൾ ആണും പെണ്ണും ഒന്നിക്കരുത്. നിങ്ങൾ പരസ്പരം മെസ്സേജ് അയച്ച് പ്രപ്പോസ് ചെയ്യണ്ട. കഴിഞ്ഞ വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നു, 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി ഗർഭിണിയായി പ്രസവിച്ചു കേരളത്തിൽ. എന്തേ ഒരു 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിക്ക്
ഗർഭം ധരിക്കുന്ന സമയത്ത് ഈ ഗർഭം ധരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് എൻ്റെ സദസ്സിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ? എങ്ങനെയാ സംഭവിക്കുന്നത്? ഞങ്ങൾ ഒരു ക്ലാസ്സിലല്ലേ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവർ പരസ്പരം ഒന്ന് മെസ്സേജ് അയച്ചാൽ എന്താ കുഴപ്പം? ഞങ്ങളൊന്ന് ഒന്നിച്ചിരുന്നാൽ എന്താ കുഴപ്പം? യെസ്, ഒന്നിച്ചിരിക്കൂ. അവരൊന്നിച്ചിരുന്നു. ക്രിസ്മസിന് വന്നു, ന്യൂ ഇയർ വന്നു, സെൻഡ് ഓഫ് വന്നു. ആ സെൻഡ് ഓഫിനന്ന് ഒറ്റക്കൊന്നിച്ചിരുന്നു. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെ തൊട്ടും പിടിച്ചും മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏതോ ഒരു ദിവസം രണ്ടാക്കും താല്പര്യം തോന്നിയ സമയം സംതിങ് നടന്നു. അത് പിന്നീട് താല്പര്യം തോന്നിയപ്പോൾ പലപ്പോഴും നടന്നു. അങ്ങനെ നടന്നതിൽ ഒന്നിൽ ഈ പറയപ്പെട്ടത് സംഭവിച്ചു. എവിടെയാ കുഴപ്പം? ഒന്നിലേ നിങ്ങൾക്ക് ഇടമുള്ളൂ. ബൗണ്ടറി തീരുമാനിച്ച് അതിർവരമ്പുകൾ പാലിച്ചാൽ രക്ഷപ്പെടാം. ഇത് ഇസ്ലാം പറയുന്നു. ഇത് അംഗീകരിക്കലാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. സെക്സ് എന്ന് പറയുന്നത് ജൈവികമായൊരു സത്യമാണ്. അത് ഞരമ്പ് രോഗം അല്ല. അവിടെ ഭക്ഷണം ഞാനിവിടെ വന്ന് ഇവിടെ ആർക്കോ വേണ്ടി വെച്ച ഭക്ഷണം അത് നിങ്ങൾ ഇപ്പോൾ എടുത്ത് കഴിച്ചാൽ നിങ്ങളെ വഷളാകും എന്ന ബോധ്യം എനിക്കുണ്ടാക്കണം. ഞാൻ മറ്റൊരാളെ ഭക്ഷണം എടുത്ത് കഴിക്കരുത്. കഴിക്കേണ്ട സ്ഥലത്ത് വെച്ചല്ലാതെ കഴിക്കരുത്. സ്ഥലവും സന്ദർഭവും ആളും തരവും ഒക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണം. സെയിം അതേപോലെ ചെയ്യണം വിവാഹത്തിലും അല്ലെങ്കിൽ സെക്സിലും. സെക്സിനെ നിഷേധിക്കണ്ട. സെക്സ് ഉള്ളതാണ്. ആ സെക്സ് ഉള്ളതാണെന്ന് അംഗീകരിക്കുകയും അതുകൊണ്ട് തന്നെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി തൻ്റെ അതേ ലിംഗത്തിൽ, തൻ്റെ എതിർലിംഗത്തിൽപ്പെട്ടൊരു കുട്ടിയോട് താല്പര്യമുണ്ടാകുമ്പോൾ അതിർവരമ്പുകൾ വേണമെന്ന ആശയം അംഗീകരിക്കണം. ഏതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ പൗരന്മാരും അംഗീകരിക്കുന്നു. 2 വീലറിൽ യാത്ര ചെയ്യണോ? നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകണം. നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം. നിയമങ്ങൾ അനുസരിക്കണം. ഇതേപോലെ അവിടെ വാദഗതിയൊന്നുമില്ല. ഞാൻ 5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചു, ഞാൻ ഇതുവരെ വീണിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ 40 മിനിറ്റ് സ്പീഡിലേ ഓടിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ധരിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ 2 വീലറിൽ ഈ പറയപ്പെട്ട അളവിലും രീതിയിലുമുള്ള ഈ ഒരു മെഷീൻ ലെവൽ ഇത്രയും പർപ്പസിലുള്ള ഇത്രയും ലെവലിലുള്ള ഒരു വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ? ഷുവർ, നിങ്ങൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണം. ഇതേപോലെ ഇസ്ലാം പറയുന്നു, നീ ഈ പ്രായത്തിലായോ എങ്കിൽ നീ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റഡായി നീങ്ങൂ. നിനക്ക് ദുനിയാവിലും വഷളാകാതെ പോകാം, ആഖിറത്തിലും വഷളാകാതെ പോകാം. ഇതാദ്യം അംഗീകരിക്കണം. രണ്ടാമതൊരു വിഷയമാണ് സ്നേഹം. സ്നേഹം എന്താണ്? സ്നേഹമെന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യൻ്റെ ജന്മം മുതൽ മരണം വരെയുള്ള അനിവാര്യതയാണ് സ്നേഹം. സ്നേഹം ഒരിടത്തും മറച്ചു വെക്കേണ്ടി വരില്ല. സ്നേഹം ഒരാളുടെയും ഒരു പുരോഗതിയും തടയില്ല. സ്നേഹം ഒരാളുടെയും അപകടകരമായ ഒരു വിഷയവും ചെയ്യാൻ പ്രേരിപ്പിക്കുകയില്ല. ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ ദുനിയാവ് വഷളാകുന്നത് ഈ പെൺകുട്ടി ചെയ്യില്ല. ഒരാൺകുട്ടിക്ക് പെൺകുട്ടിയോട് സ്നേഹമാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ വെറുക്കുന്ന വിധത്തിലുള്ള അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്, താല്ലുക്ക്, ബന്ധം ഈ ആൺകുട്ടി ആ പെൺകുട്ടിയോട് സ്ഥാപിക്കുകയില്ല. അവളുടെ മാതാപിതാക്കളിൽ നിന്ന് അവൾ പ്രയാസപ്പെടുന്ന രീതിയിൽ, ആ ആൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് ആ ആൺകുട്ടി ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരിക്കലും ഒത്തുപോകാൻ കഴിയാത്തൊരു ബന്ധം ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അവൾ അവനെ സ്നേഹിക്കുകയല്ല, അതവളുടെ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയുടെ മോട്ടീവ് അവളുടെ ഉള്ളിൽ അവർ ഹൈഡ് ചെയ്ത് വെച്ച, മറച്ചു വെച്ച, സിത്ര ചെയ്ത് വെച്ച സെക്സാണ്. എന്താണ് പരിഹാരമെന്ന് ഞാൻ മേൽ പറഞ്ഞു. എന്താണെന്ന് പരിഹാരമാണെന്ന് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു. ഇസ്ലാമിൻ്റെ ദീനിനെ അംഗീകരിക്കുക, റൂൾ അംഗീകരിക്കുക, ഓബേ റൂൾ അംഗീകരിക്കുക, നിയമം അംഗീകരിക്കുക, നിയമത്തെ അനുസരിക്കുക, ഒളിച്ചുകളികൾ ഉപേക്ഷിക്കുക, സ്നേഹിക്കുക. ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് പരസ്യമായി വിളിക്കപ്പെടുന്ന പ്രണയം അസാധ്യമാണ്. പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ പേരിലുള്ള ലവ് മാരേജ് ഉണ്ടാവുകയില്ല. അവിടെ ഒരു ചോദ്യമുണ്ട്. ചിലരൊക്കെ പറയും, സാധേ ഈ അറേഞ്ച്ഡ് മാരേജ് ആകുന്ന സമയത്ത് പലപ്പോഴും അവരെ നമുക്ക് അറിയില്ലല്ലോ, അറിഞ്ഞിട്ട് മാരേജ് അല്ലേ നല്ലത്. അതൊരിക്കലും ഇസ്ലാം എതിരല്ല. അറിയുന്നതിന് എവിടെയാ കുഴപ്പം? അവിടെ ഇസ്ലാം ഒരാശയം പറയുന്നുണ്ട്.
അതൊരു സത്യമാണ്. അതെന്താ അറിയോ? ഒരു 18-25 വയസ്സായ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ആ സമയമെല്ലാം സ്പേം എഗ് കത്തി നിൽക്കുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ തനിക്ക് ഇണയാകാൻ ഒരാളെക്കുറിച്ച് വിവേകപൂർവം തീരുമാനമെടുക്കുന്നതിന് പകരം വികാരപൂർണമായി തീരുമാനമെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ യോഗ്യതകളും ക്വാളിഫിക്കേഷനും അവരുടെ കുടുംബ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെ ഈ വികാരം തടഞ്ഞേക്കാം. എന്നാൽ അവരുടെ മാതാവിനും പിതാവിനും ഈ വികാരം ഉണ്ടാകൂല. മാതാവിനും പിതാവിനും എന്താ ഉണ്ടാകുക? എൻ്റെ കുട്ടി ഇവിടെ മാത്രം ജീവിച്ചാൽ പോരാ, മരണം വരെ സ്വസ്ഥമായി എൻ്റെ കുട്ടി ജീവിക്കണം. അങ്ങനെ എൻ്റെ കുട്ടിക്ക് പറ്റിയ ഇണയാണോ എന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിയുടെ ഫാമിലിയെ മനസ്സിലാക്കണം എന്ന് ആര് ചിന്തിക്കും? പാരന്റ് ചിന്തിക്കും. അതേ സമയത്ത് ഈ സ്പേം കത്തി നിൽക്കുന്ന സമയത്ത് പുരുഷന് സ്ത്രീ ആയാൽ മതി. അവൻ എപ്പോഴാ ഇത് ഉണരുക? ജീവിച്ചു തുടങ്ങുമ്പോൾ. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഇവളും ഞാനും ഒക്കുന്നില്ല. കാരണം ഫാമിലി മാച്ച് അല്ല. അവിടെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വിവാഹം, മാരേജ് ലൈഫ് എന്ന് പറയുന്നത് 1-to-1 ട്രാൻസാക്ഷൻ അല്ല. ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം മാത്രം അല്ല. ഫാമിലിയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം. കാരണം വിവാഹത്തിൻ്റെ ആ ചടങ്ങ് പോലും 2 വ്യക്തി മാത്രമാണോ? അല്ല. വിവാഹത്തിൻ്റെ ചടങ്ങ് ഫാമിലിയുമാണ്. അതിനുശേഷം ഒരു ഗർഭിണിയായാൽ ആശുപത്രിയിൽ പോകാൻ ഇവർ 2 മാത്രമാണോ? അത് കഴിഞ്ഞിട്ടൊരു കുട്ടിയായി ഒരു അക്കീക്കത്തറക്കാൻ ഇവർ 2 മാത്രമാണോ? അത് കഴിഞ്ഞൊരു വീടായി ഇവർ 2 മാത്രമാണോ? ഇത് കഴിഞ്ഞ് വേറൊരു കല്യാണമോ മറ്റു ചടങ്ങുകളോ ഉണ്ടായി ഇവർ 2 മാത്രമാണോ? എല്ലായിടത്തും ഫാമിലി ടു ഫാമിലി റിലേഷനാണ്. കുടുംബവും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഫാമിലി ടു ഫാമിലി മാച്ചബിൾ ആകണം, കഫാഅത്ത് ഉണ്ടാകണം. ഫാമിലിയും തമ്മിൽ ചേരാൻ പറ്റണം, യോജിക്കണം. ഇത് ആദ്യം നമ്മുടെ മക്കൾ അറിയണം. 3 കാര്യങ്ങൾ: 1 സെക്സ്, 2 ലവ്, 3 മാരേജ്. എന്നാൽ ഈ പൊട്ടത്തരൊന്നും ചെയ്യില്ല. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ എവിടെയെങ്കിലും സംതിങ് കുഴപ്പമുണ്ടായാൽ പറയാൻ ബാപ്പയുണ്ട്, അമ്മാവനുണ്ട്, ജ്യേഷ്ഠനുണ്ട്. ലവ് മാരേജ് ആകുമ്പോൾ എല്ലാവരെയും തെറ്റിച്ചു, എല്ലാവരെയും കളഞ്ഞു, ഇവരൊറ്റക്ക് തുടങ്ങി, മുന്നോട്ട് പോകുന്നില്ല, ആത്മഹത്യ. എത്രയാണ് വഷളത്തരങ്ങൾ, എത്രയാണ് ദുരന്തങ്ങൾ, എത്രയാണ് ദുരന്തങ്ങളുടെ പുതിയ യുഗങ്ങൾ ജനിക്കുന്നത്, പുതിയ തലമുറകൾ വരുന്നത്. അതുകൊണ്ട് പ്രണയത്തെക്കുറിച്ചുള്ള ഈ ദുരന്തം ഒരു രക്ഷിതാവിന് തിരുത്താൻ പറ്റണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ രീതിയിലുള്ള ബന്ധം രക്ഷിതാക്കൾക്കുണ്ടാകണം. കൗമാരക്കാരോട് ഈ തുടക്കപ്രായത്തിൽ ഒന്നിച്ചിരുന്ന് എല്ലാം തുറന്ന് സംസാരിക്കണം. അവരുടെ സമപ്രായക്കാരായ അല്ലെങ്കിൽ അവരുടെ സമകാലികരായ എതിർലിംഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനോട്, ഒരു ആണിനോട് തൻ്റെ മക്കൾക്ക്, ആൺകുട്ടിക്ക്, പെൺകുട്ടിക്ക് താല്പര്യമുണ്ടാകുമ്പോൾ അതേക്കുറിച്ച് തുറന്നൊരു രക്ഷിതാവിനോട് പറയാൻ പറ്റണം. പറയുമ്പോഴേക്ക് ബഹളം വേണ്ട, പറയുമ്പോഴേക്ക് എന്തെങ്കിലും തോന്നിയതെടുത്ത് പറയണ്ട. നിങ്ങളെ സ്വസ്ഥമായത് കേട്ടതിന് ശേഷം അവരോട് പ്ലാൻ ചോദിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ 3 വിഷയങ്ങൾ നിങ്ങൾക്ക് അവരെ ധരിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ധരിപ്പിക്കണം. നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങളത് പറയാൻ പറ്റുന്ന ഒരാളെ സമീപിക്കണം. ഇതിനെയാണ് ഞാൻ തുടക്കത്തിൽ മെൻറ്ററിങ് എന്ന് പറഞ്ഞത്. പഴയകാലത്തെ ദർസുകൾ പോലെയുള്ള, അത്തരം ദർസുകൾ പോലെയുള്ള വിദ്യാഭ്യാസത്തെ നേതൃത്വം കൊടുക്കുന്ന വലിയ നല്ല പ്രാപ്തിയുള്ളവരെ സമീപിക്കുന്നു. അവരോടുകൂടി പറഞ്ഞു കൊടുക്കുന്നു. അവർ നന്നായി ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, റാഹത്തായി. പീഡിപ്പിക്കരുത്, വഷളാക്കരുത്, മക്കളെ വിഷമിപ്പിക്കരുത്. അനാവശ്യമായി വഷളാക്കുകയും തല്ലുകയും എന്താ കാര്യം? ഈ അടുത്തൊരു ദിവസം ഒരു രക്ഷിതാവ് എൻ്റെ അടുത്തൊരു കുട്ടിയെ കൂട്ടി വന്നു. കുട്ടി എന്ന് പറഞ്ഞാൽ 20 വയസ്സായ ഒരു പെൺകുട്ടി, ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, മുസ്ലിം പെൺകുട്ടി. ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ്റെ കൂടെ ദീർഘകാലമായി ഈ പ്രണയമാണ്. ഈ പ്രണയത്തിൻ്റെ പേരിൽ പല തവണ ശാരീരിക ബന്ധങ്ങൾ ഉൾപ്പെടെ നടന്നുപോയ പെൺകുട്ടി. ഇങ്ങനത്തെ 100 കണക്കിന് കേസുകളുള്ളത് കൊണ്ട് ഏതെങ്കിലും വന്ന ആൾക്കാർ അവരെയാണെന്ന് ധരിക്കേണ്ട, മറ്റൊരാളാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചതിനെക്കുറിച്ച് അവർക്കെന്താ പറയാനുള്ളത്? അവരെന്താ ചെയ്തിരിക്കുന്നത്?
പലരും ചെയ്യുന്നത് ഒന്നാമത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. സൈക്കോളജിസ്റ്റ് ശ്രമിച്ചു നോക്കിയാൽ അപ്പം ശക്തമാകും, മുറിക്കാൻ ശ്രമിച്ചാൽ ശക്തമാകും. അപ്പം അവർ പറയും സൈക്യാട്രി ഡോക്ടർ ഒന്ന് കണ്ടേ. അതിൽ ചിലർ പറയും നിങ്ങൾ ഒപ്പിച്ചു കൊടുത്തേ, വേറെ വഴിയൊന്നുമില്ല. ചിലർ പറയും മെഡിസിൻ കൊടുക്കാം. മെഡിസിൻ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? മെൻ്റലി അവർ ഡൗൺ ആകും. മെൻ്റലി അവർ ഡൗൺ ആകും. അതുകൊണ്ട് ഇതില്ലാതാകുമോ? എന്നാൽ എന്ത് ചെയ്യേണ്ടത്? എന്താ? ആദ്യം നിങ്ങൾ പരസ്പരം നല്ല ബന്ധം ചാർത്താൻ പഠിക്കൂ. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഒരു ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. പെൺകുട്ടി ഒറ്റക്കല്ല കേട്ടോ, രക്ഷിതാവ് കൊണ്ടുവരാണ്. വലിയ ഒരാളുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് വരുന്നത്. വലിയൊരു മഹാനായ ഒരു വലിയ പണ്ഡിതൻ്റെ റെക്കമെൻഡേഷനോട് കൂടെയാണ് വരുന്നത്. ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ കുടുംബത്തോട് ഞാൻ സംസാരിച്ചു. പെൺകുട്ടിക്ക് സംസാരിക്കാൻ ഒട്ടും പറ്റുന്നില്ല. മാസങ്ങളോളമായി കുട്ടി സംസാരിക്കാത്തത്. ആ കുട്ടി ഫുൾ ലോക്ക്ഡാണ്. ആ ലോക്കം ഒഴിവായപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച ഒരു ജഗ് വെള്ളം ഒന്നിച്ച് ആ കുട്ടിയെടുത്ത് കുടിച്ചു. ഒരു ജഗ് വെള്ളം ഒന്നിച്ചു കുടിച്ചു. ആ കുട്ടിയുടെ ലോക്ക് ഒഴിവായതിനു ശേഷം കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഈ പറയപ്പെട്ട ബന്ധം ഒപ്പിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ ബന്ധം ഒപ്പിച്ചും തരൂല, മുറിക്കുകയും ചെയ്യൂല. അത് രണ്ടും എൻ്റെ ഡ്യൂട്ടിയല്ല. ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിനക്ക് നിന്റെ മനസ്സിൽ മെൻ്റലി നിന്നെ എംപവർ ചെയ്തു തരാൻ, നിന്നെ എൻകറേജ് ചെയ്യാൻ, മെൻ്റലി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പക്ഷേ നിന്നെ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബന്ധം മുറിക്കുക ഞാൻ ചെയ്യില്ല, ബന്ധം കൂട്ടുകയും ഞാൻ ചെയ്യില്ല. ഇത് രണ്ടും എൻ്റെ ജോലിയല്ല. യുവർ പ്രോപ്പർട്ടി, യുവർ ലൈഫ്, യുവർ ചോയ്സ്. അത് നീ സ്വയം ചെയ്യണം. ഞാൻ അവരോട് എന്താണ് ചെയ്തത്? പാരൻറ്റും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം കൃത്യമാകാൻ അവരെ 1.5 മാസം എടുത്ത് പഠിപ്പിച്ചു, പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ആ ബന്ധം ശക്തമായപ്പോൾ സ്വയം ആ കുട്ടി ആ ബന്ധം മുറിച്ച് നല്ലൊരു ബന്ധം, പിന്നീട് നല്ല വിവാഹബന്ധം സെലക്ട് ചെയ്തു ജീവിച്ചു. വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടി രക്ഷിതാവ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഉസ്താദിനെ കാണണം. ഞാൻ ചോദിച്ചു, എന്താ ആവശ്യം? കുട്ടി വരേണ്ടതില്ല, വിവാഹത്തിന് ക്ഷണിക്കാൻ എൻ്റെ അടുത്ത് വരണ്ട. അപ്പം എന്നോട് പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു, സതേ എൻ്റെ ഒരു അയൽവാസിയുണ്ട്, അവർ ലവ് മാരേജാണ്, 3 മക്കളുണ്ട്. അവർ ഇന്ന് ദുരന്തപൂർണമായി ജീവിച്ചുകൊണ്ടിരിക്കുക. അവരൊന്ന് രക്ഷപ്പെടുത്താൻ വല്ല വഴിയുണ്ടോ? ഉസ്താദ് വിചാരിച്ചാൽ സാധിക്കുമെന്ന് റെക്കമെൻഡ് ചെയ്യാനാണ് ആ കുട്ടി വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത്, ഏതൊരു കുട്ടിക്കും നല്ല ജീവിതം ആഗ്രഹമുണ്ട്. പിടിവാശി ഒഴിവാക്കുക, നിന്ദിക്കൽ ഒഴിവാക്കുക, തല്ലും കൊല്ലലൊക്കെ ഒഴിവാക്കുക, നല്ല ഭാഷ സംസ്കാരമൊക്കെ ശീലിക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുക. ഒരു 12:15 ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയം സംസാരിച്ച് അവസാനിപ്പിക്കും. ഇത് സംസാരിച്ചാൽ ഞാൻ 4, 5, 6 മണിക്കൂർ ഒന്നിച്ച് സംസാരിക്കാറുള്ളൊരു മാറ്ററാണ്. ഇപ്പോൾ അത് ഈ സദസ്സിൽ ഇത്രയും സമയമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ പ്രധാന ചില ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കും. അതിൽ പറയാനുള്ളത്, ഇന്ന് പുതിയ കാലത്ത് രക്ഷിതാക്കൾ സ്നേഹപ്രകടനത്തിൻ്റെ പേരിൽ ഒരുപാട് അധ്വാനിക്കും. പ്രത്യേകിച്ച് സഹോദരിമാർ, അവർ ഈ മാതൃത്വത്തിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെടും. ഇന്ന് പുതിയ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ വിവാഹത്തോട് ഭയമാണെന്ന് കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ പേരിൽ പലരും ജോബുകൾ തേടിപ്പോവുകയാണ്, ജോലി തേടിപ്പോവുകയാണ്. പണ്ടൊരാൾ പറഞ്ഞിരുന്നു, സങ്കടം മാറാൻ അരിഞ്ഞു കൊടുത്തപ്പോൾ മഹാസങ്കടം പാസ്സായി. അതുപോലെയാണ് ഇവർ ജോലിക്ക് പോകുന്നത്. എന്തിനാണെന്നറിയോ? ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചാൽ അത് വലിയ പൊല്ലാപ്പാണ്, വലിയ ശല്യമാണ്, ഭയങ്കര അസഹനീയമാണ്. അതുകൊണ്ട് നല്ലതെന്താ അറിയോ? ഒരു നേഴ്സാകുക, ഒരു ടീച്ചറാകുക, ഒരു അക്കൗണ്ടൻ്റ് ആകുക, എന്നാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നാണ്. അതൊരു മണ്ടത്തരമാണ്. ഇവിടെ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. അതായത് ഈ അടുത്ത് ഞാൻ പലപ്പോഴായി ഉദ്ധരിക്കാറുള്ളതാണ്, വ്യാപകമായ ഒരു ആശയമാണ്. എന്തെന്നറിയോ? പെൺകുട്ടികൾക്കൊക്കെ സ്വന്തമായി ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി വേണം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി വേണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജീവിക്കാൻ ആവശ്യമായത് എനിക്ക് സമ്പാദ്യമായിട്ടുണ്ടാകണം. പിന്നെ ഒരു പ്രൊഫൈൽ വേണം. ഒരു അക്കൗണ്ടൻറ്റ്, നേഴ്സ്, ഡോക്ടർ, എൻജിനീയർ, വക്കീൽ, ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാകണം. എന്നാൽ ജീവിക്കാൻ കൊള്ളാം. ഇതാണ് ഇന്ന് പുതിയ കാലത്തെ വല്ലാത്തൊരു തോന്നൽ. ഇവിടെ സ്വന്തമായി സമ്പാദ്യമുണ്ടാകുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. കാരണം
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മുനാ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാം മാതൃകയുള്ള മഹാവനിതയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. വല്ലാത്തൊരു മഹദിയാണ്. ആ മഹദിയുടെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹ സമ്പന്നയാണ്, നല്ല സമ്പന്നയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും തർക്കിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ജീവിതത്തിന് കുഴപ്പമുണ്ടോ? അതുകൊണ്ട് സ്ത്രീകൾക്ക് സമ്പത്തുണ്ടായാൽ നാശമാണ് എന്നാരും പറയരുത്. ഇസ്ലാമിന് അങ്ങനെ ഒരു ആശയമൊന്നുമില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് വിവാഹ ജീവിതത്തിനുണ്ടാകേണ്ടത് സമ്പത്താണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പൊട്ടത്തരമാണ്. വിവാഹ ജീവിതത്തിനുണ്ടാകേണ്ടത് പ്രൊഫൈലാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അജ്ഞതയാണ് എന്ന് പറയാതെ വയ്യ. വിവാഹ ജീവിതത്തിന് എന്താ ഉണ്ടാകേണ്ടത്? ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിച്ചത്? അവിടെ ഉണ്ടാകേണ്ട സോഫ്റ്റ് സ്കില്ലുകൾ, അതായത് ചില പെരുമാറ്റ നൈപുണികൾ, അതാണ് അവിടെ ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് അതുണ്ടായത്? ഒന്ന്, ലവിങ്, സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ലവ് ഈസ് എ വൺ വേ പ്രോസസ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു ഏകപക്ഷീയ പെരുമാറ്റമാണ്. അല്ലാതെ ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്നത് ശരിയായ സ്നേഹമല്ല. ശരിക്കും സ്നേഹമെന്ന് പറയുന്നത് എന്താ? സ്നേഹമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, ഞാൻ എൻ്റെ ഈ പ്രിയപ്പെട്ട സദസ്യരെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കണമെന്ന കണ്ടീഷൻ എനിക്കില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അത് നിങ്ങളുടെ അമലാണ്. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു, അത് അവളുടെ അമലാണ്. എൻ്റെ ശിഷ്യർ എന്നെ സ്നേഹിക്കുന്നു, അത് അവരുടെ അമലാണ്. അതെൻ്റെ ഡിമാൻഡല്ല. ഞാൻ സ്നേഹിക്കുന്നത് ലില്ലാഹി, എനിക്ക് പ്രതിഫലം കിട്ടാൻ, എൻ്റെ ആത്മസുഖത്തിന് എന്നർത്ഥം. ഞാൻ സ്നേഹിക്കുന്നത് എന്തിനാ? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അവിടെ എനിക്ക് താങ്ക്സ് ഒന്നും ആവശ്യമില്ല, ആരുടെ ശുക്രും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ സ്നേഹം കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം കിട്ടാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നല്ലവനാകാൻ. ഇതിനാ ഞാൻ ചെയ്യുന്നത്. അവിടെ എന്തില്ല, ആരുടെ ശുക്രും എനിക്ക് ആവശ്യമില്ല. ഇതാണ് സ്നേഹം. അങ്ങനെ സ്നേഹിച്ചാൽ തിരിച്ചു കിട്ടും, ഉറപ്പാ. അങ്ങനെ സ്നേഹിച്ചാൽ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നത് അതിൻ്റെ ലവിൻ്റെ നമ്പർ 1 കണ്ടീഷൻ അല്ല, സെക്കൻഡറി ആണ്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻഡാണ്. അതൊരിക്കലും ഒറിജിനൽ അല്ല. ഇവിടെ തുടങ്ങണം. ഇനി ഞാൻ പറയുന്നത് എന്താ, ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു സ്ഥാപനത്തിലെ ഒരു സ്കൂളിൻ്റെ ഒരു പാരൻറ്റിങ് നടക്കുകയായിരുന്നു കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ ലാസ്റ്റ് രക്ഷിതാക്കൾക്ക് ചോദ്യം വല്ലതുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആണുങ്ങളാരും ചോദ്യമൊന്നും ചോദിച്ചില്ല. അപ്പം ലേഡീസിന് മൈക്ക് കൊടുക്കാൻ പറഞ്ഞു. അവർ ആവശ്യപ്പെട്ടു, മൈക്ക് കൊടുത്തു. അപ്പോൾ പാരൻസ് ചോദിച്ചു, ലേഡീസ് ചോദ്യം ചോദിച്ചു. അതിലൊരു പാരൻറ്റ് പറഞ്ഞു, ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞതാ, അതെ നിങ്ങൾ ഈ പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? അവർ പറഞ്ഞു, ലൈഫിൽ ഇങ്ങനെ സ്നേഹം കൊടുത്തിട്ട് വിജയിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അവസാനം ഭർത്താവ് വീട്ടിൽ വന്നാൽ ചോദിക്കും, നിനക്കിവിടെ എന്തായിരുന്നു പണി ഇത്രയും നേരം? അപ്പോൾ എവിടെയാണ് പിശക്? എവിടെയാണ് പ്രയാസമുണ്ടാകുന്നത്? പ്രയാസമുണ്ടാകുന്നത് നാം ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ള കണ്ടീഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ കാഴ്ചപ്പാട്, സമീപന രീതി അവിടെ മാറിയാൽ അപ്പം തീരും പ്രശ്നം. എന്താ പ്രശ്നം തീരേണ്ടത്? നിങ്ങൾ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ ലൈഫിനെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വരണം. സ്നേഹം കൊടുക്കേണ്ടത് എങ്ങനെ? ഈ സ്ത്രീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. പക്ഷേ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് വന്ന ഉടനെ ചോദിച്ചു, മോളെ എൻ്റെ ലുങ്കിയുടെ അന്ന് നിങ്ങൾക്ക് കണ്ണില്ലേ, മുഖത്ത് നോക്കിയാൽ കാണൂലേ? കഴിഞ്ഞു.
എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ജോലിയും ചെയ്ത ഈ ഭാര്യ വീട്ടിൽ വൈകുന്നേരം ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞിരുന്നു, നിങ്ങളൊരു മാക്സി വാങ്ങണേ, നീലപ്പുള്ളിയുള്ളതാണ് വാങ്ങേണ്ടത്. മൂപ്പര് നീലപ്പുള്ളിയുള്ള മാക്സി വാങ്ങി. അങ്ങനെ ഇത് തുറന്നപ്പോൾ ഇവരുദ്ദേശിച്ചത് ചെറിയ പുള്ളിയാ, ഇത് വലിയ പുള്ളിയാ. അപ്പോൾ ഈ പെണ്ണ് പറയുന്നത്, അല്ലെങ്കിലും നിങ്ങൾ ഇത്ര കൊല്ലമായിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല രീതിയിലൊരു ഡ്രസ്സ് എനിക്ക് എടുത്തു തന്നിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലമായി, 12 കൊല്ലം കഴിഞ്ഞു. ഒറ്റ വാക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച എല്ലാ അധ്വാനവും ഒറ്റ വാക്കിൽ തീർന്നു. ഇവിടെയാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. എന്താണ്? ആക്സെപ്റ്റിംഗ്. ഒരു കണ്ടീഷനും ഇല്ലാതെ, വിത്തൗട്ട് എനി കണ്ടീഷൻ, ഒരു ഷർത്തും ഇല്ലാതെ, ഒരു ഡിമാൻഡും ഇല്ലാതെ തൻ്റെ പാർട്ട്ണറെ, തൻ്റെ ലൈഫ് പാർട്ട്ണറെ സ്വീകരിക്കാൻ കഴിയുമ്പോൾ അപ്പോഴാണ് വിജയിക്കുന്നത്. നിങ്ങൾക്ക് മാക്സി അല്ല, ഒരു ടെക്സ്റ്റൈൽസ് തന്നെ വേണമെങ്കിൽ കിട്ടും. അങ്ങനെയാകുമ്പോൾ ഒരു തടസ്സവും ഉണ്ടാകില്ല. എന്താ വേണ്ടത്? പരസ്പരം ആക്സെപ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഈ സ്നേഹപ്രകടനത്തിന് വേണ്ടി ഉണ്ടാകേണ്ട ഒന്നാമത്തെ സംഗതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ സഹധർമ്മിണി അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ മുഖത്തു നോക്കി പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് സലാം മടക്കി സ്വീകരിക്കുന്ന സ്വഭാവം വേണം. നാം പരസ്പരം മുസാഫഹത്ത് ചെയ്യണം, നാം പരസ്പരം ഹഗ് ചെയ്യണം. പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് പ്രയാസപ്പെടുത്തുന്ന ദുരനുഭവങ്ങളൊന്നും എടുത്തു വെക്കരുത്. സന്തോഷങ്ങൾ മാത്രം പങ്കുവെക്കണം. പരസ്പരം സന്തോഷം പങ്കുവെക്കാൻ സന്നദ്ധമാണോ? തീർച്ചയായും പരിഹാരം ഉണ്ടാകും. ഈ കേരളത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു വലിയ സ്കൂളിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനിടയിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളിലെ ബാക്ക്വേർഡ്നെസ് ഒക്കെ എനിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടിയുടെ ബാക്ക്വേർഡ്നെസ് എനിക്ക് എത്രയായിട്ടും തീർക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ കേസ് സ്റ്റഡീസ് തയ്യാറാക്കിയോ? അതെ. അതൊന്ന് എടുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കുട്ടിയുടെ ഫാമിലി സ്റ്റാറ്റസ് ഒന്ന് പറയാമോ? അതൊരാഴ്ച കൊണ്ട് പഠിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറയാൻ പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഈ കുട്ടിയുടെ മാതാവാണ് എന്നെ സമീപിക്കുന്നത്. ഈ കുട്ടിയുടെ മാതാവും പിതാവും തമ്മിൽ സെപ്പറേറ്റഡാണ്, അഥവാ പിരിഞ്ഞിരിക്കുകയാണ്. ത്വലാഖ് നടന്നിട്ടില്ല, ശാരീരികമായി പിരിഞ്ഞു കഴിയാണ്, പിണങ്ങിക്കഴിയാണ്. എത്ര മാസമായി? 3-4 മാസമായി പിണങ്ങിക്കഴിയും. ഈ 3-4 മാസമായി പിണങ്ങിക്കഴിയുന്ന ഈ പാരൻറ്റിൻ്റെ ഈ പിണക്കമാണ് കുട്ടിയുടെ പഠന പിന്നോക്കം. ഞാൻ പറഞ്ഞു, അത് തീർന്നാൽ ഉടനെ ഈ കുട്ടിയുടെ പഠന പ്രശ്നം തീരും. എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കണ്ടീഷൻ നിങ്ങളെ പാരൻറ്റിനെ പരിശീലിപ്പിക്കണം. അപ്പോൾ എങ്ങനെ പരിശീലിപ്പിക്കും? എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത്? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പാരൻറ്റിനോട് ഞാൻ പറയുന്ന 5 വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുമോ? ഏതാണ് 5 വിഷയം? നമ്പർ 1, ഈ ഭർത്താവ് വരുന്ന സമയത്ത്, പിണങ്ങി നിൽക്കുന്ന ഭർത്താവ് വീട്ടിൽ വരാറുണ്ട്, പക്ഷേ പരസ്പരം മുഖം നോക്കാറില്ല, പരസ്പരം സംസാരിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ ചിലപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടീഷൻ ഇല്ലാതെ ആ ഭർത്താവിന് അങ്ങോട്ട് ചെയ്യാവുന്ന സേവനങ്ങൾ, അഥവാ വന്ന ഉടനെ ഒരു വെള്ളം കൊടുക്കുന്നു, സ്നേഹത്തോടെ കുടിക്കാൻ പറയുന്നു, ഒരു ഡിമാൻഡും ഇല്ല. അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങൾക്കറിയോ എന്താണ് പ്രശ്നം? എന്തേ പ്രശ്നം? 4 മാസം മുമ്പ് ഈ ഭർത്താവ് ഒരു പരസ്ത്രീയുമായുള്ള ബന്ധം പരസ്യമായി പിടിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് ഇവർ ബന്ധം പിരിഞ്ഞത്. അപ്പോൾ ഇത് തീരുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രശ്നം തീരണോ? ആ പ്രശ്നം തീരണം എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ സ്ത്രീ ഇത് അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സ്ത്രീയോട് പറയേണ്ടത്, നിങ്ങൾക്ക് മുമ്പിൽ 2 വഴിയുണ്ട്. ഒന്ന്, ഇപ്പോൾ 4 മാസം കൊണ്ട് ആ സ്ത്രീ മെഡിസിൻ കഴിച്ചിട്ട് മെഡിസിൻ എഫക്റ്റ് ചെയ്യാത്ത രോഗിയായി മാറിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യണോ? യു ക്യാൻ. നിങ്ങൾക്ക് അങ്ങനെ രോഗിയായിട്ട് മുന്നോട്ട് പോകാം. അതല്ല, രോഗമൊക്കെ മാറി സന്തോഷത്തോടെ ജീവിക്കണോ? ഇതാ അടുത്ത വഴി. എന്താ വഴി? ഞാനിപ്പോൾ പറയുന്നത്. ആ പറയുന്നതിൽ എന്ത് ചെയ്യണം? അൺകണ്ടീഷണലായി ലവിങ് പ്രകടിപ്പിക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാധാരണ എൻ്റെ സെഷൻ്റെ എൻഡിലാണ് പലപ്പോഴും ഇത് പറയാറുള്ളത്. അയാൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഉസ്താദ് വലിയൊരു സംഭവം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോളൂ.
അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഇത്രയും കാലം ഒരുപാട് രാഷ്ട്രീയക്കാരുടെയും പൗരപ്രമുഖരുടെയും മസുലഹത്തുകൾ നിഷ്ഫലമായി പോയ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മസുലഹത്ത് ഈ ഭർത്താവ് സ്വയം ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, സോറി, എനിക്കെല്ലാം പൊരുത്തപ്പെടണം, ഞാനിതാ എൻ്റെ ലൈഫ് തിരുത്തിയിരിക്കുന്നു. രണ്ടാളും സന്തോഷത്തോടെ കഴിയുന്നു. കുട്ടിയുടെ പഠന പ്രശ്നമെല്ലാം തീർന്നു, കുട്ടി ഉഷാറായി. ഇതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ഭാര്യയായി ഭർത്താവായി ജീവിക്കുന്ന ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന ഒരാളുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലല്ല, നിങ്ങളുടെ സാമ്പത്തികമല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ കയ്യിലിരിപ്പ്, നിങ്ങളുടെ മികവ്, നിങ്ങളുടെ വിജയ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലാണ്, സ്നേഹം കൈമാറാനുള്ള കഴിവാണ്. ലവ് ഈസ് എ വൺ വേ പ്രോസസ്. സ്നേഹമെന്ന് പറയുന്നത് ഏകപക്ഷീയമായ സമീപനമാണ്. അൺകണ്ടീഷണൽ ഫോളോയിങ് ആണ്, അൺകണ്ടീഷണൽ ലവിങ് ആണ്, യാതൊരു നിബന്ധനയുമില്ലാത്ത സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റും. അൺകണ്ടീഷണൽ ലവിങ് ആണെങ്കിൽ അത് 2 റൂട്ടുമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇത് കുറേ സമയം പറയാനുള്ള വിഷയമാണ്. ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവരെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ യൂട്യൂബ് ചാനൽ ഉപയോഗപ്പെടുത്താം. അതേസമയത്ത് അതിൽ വാച്ച് അവർ കൂടാനോ അതിനു വേണ്ടി ആരും കാണുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ വിഷയത്തിൽ പഠിക്കണമെന്ന് വല്ലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അബ്ദുൽ ഹക്കീം സഖാഫി ആയഞ്ചേരി എന്ന പേര് തന്നെ യൂട്യൂബിലൊരു ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് ഇത് സംബന്ധമായ യഥേഷ്ടം വിവരങ്ങളുണ്ട്. ഇനി അതല്ല, ഒരു കോഴ്സ് പോലെ റെക്കോർഡഡ് വീഡിയോ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധമായി മാത്രം ചൈൽഡ് സൈക്കോളജി, പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട 15ഓളം 25ലധികം സബ്ജക്റ്റ് ഇതുണ്ട്, ടോപ്പിക്കുകളും 25ഓളം അരമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളുണ്ട്. ആ വീഡിയോകൾ ഉൾക്കൊള്ളുന്ന റെക്കോർഡഡ് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അതാവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഞാനൊരു നമ്പർ പറയാം. ആ നമ്പറിൽ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്കത് കോൺടാക്റ്റ് ചെയ്യുകയും അതിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. 99 46 71 44 08 ഈ നമ്പർ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ 25ഓളം അരമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളും ആ വീഡിയോയുടെ ഇംഗ്ലീഷും മലയാളവും ഉൾക്കൊള്ളുന്ന ഒരു 10 പേജുകളുള്ള PDF ഉൾപ്പെടെ, A4 ടൈപ്പിലുള്ള 10 പേജുള്ള PDF ഉൾപ്പെടെ കിട്ടുന്ന റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. കാരണം അത്രയും ദൈർഘ്യമേറി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്ന ഒരു വിഷയമാണത്. അത് പ്രഭാഷകർക്ക്, രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്ക്, അതുപോലെ ട്രെയിനർമാർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയതാണ്. ആവശ്യക്കാർക്ക് മാത്രം അത് ഉപയോഗപ്പെടുത്താം. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 99 46 71 44 08 ഈ നമ്പറാണ് നിങ്ങൾക്കതിൽ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, കാരണം ചിലർക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഈ ലവിങ് കറക്റ്റാണെങ്കിൽ പ്രഗ്നൻ്റ് ആകാൻ ഭയം ഉണ്ടാവില്ല. ഇന്ന് പലപ്പോഴും വിവാഹം കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഭയമാണ് ദമ്പതികൾക്ക്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്. ഗർഭിണിയാകാൻ ഭയമാണ്. ഗർഭിണിയാകാൻ ഭയമുണ്ടാകാൻ കാരണം നിങ്ങളുടെ മനസ്സിലെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഇഷ്ടമില്ലായ്മയാണ്, ധൈര്യക്കുറവാണ്. 2, ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളിലുണ്ടെങ്കിൽ പിന്നീട് മക്കളുണ്ടായാൽ ഗർഭകാലം രോഗങ്ങളും അവശതകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പ്രസവ സമയം പെയിൻ കൂടാൻ ചാൻസ് ഉണ്ട്, വേദന കൂടാൻ ചാൻസ് ഉണ്ട്. പ്രസവിച്ചതിന് ശേഷം മക്കളുടെ ഉറക്കം ഡിസോർഡർ ആകാൻ, നിങ്ങളുടെ ആരോഗ്യത്തിന് ക്ഷതമേൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മുലയിൽ പാല് കുറയാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ ലവിങ് കറക്റ്റ് ആണെങ്കിൽ ഈ വിഷയങ്ങളിലെല്ലാം പോസിറ്റീവ് ഉണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, ഈ സെഷനിൽ ഒരു സഹോദരി അറ്റൻഡ് ചെയ്യുകയാണ്. ആ സഹോദരി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 2-3 മക്കളെന്നുണ്ട്. അടുത്ത ഒരു കുട്ടിക്ക് ഗർഭിണിയുമാണ് ഈ സഹോദരി.
ആ ഗർഭിണിയായിരിക്കെയാണ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അവർ പറഞ്ഞു ഗർഭകാലയളവിൽ എന്നും അസുഖമാണ്, പലപ്പോഴും ട്രിപ്പ് ഇടേണ്ടി വരാറുണ്ട്. 4 മാസം തുടർച്ചയായി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എന്ന രീതിയിലുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവർ അതിനോടടുത്തുള്ള ഒരു റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ അവർ പ്രസവം നടന്നു. അവർ പറഞ്ഞു വലിയ സന്തോഷം പറയാനുണ്ട്. എന്താണ് സന്തോഷം? ഞാൻ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത്. ഞാൻ പറയുന്നത് ആശുപത്രിയിൽ പോയി പ്രസവിക്കണ്ട എന്നല്ല, മറിച്ച് ഇവർ പറയുന്നത് തലേ ദിവസം ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വേദന കിട്ടിയിട്ട് വന്നാൽ മതി. പക്ഷേ പിറ്റേ ദിവസം വേദന കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്ന് വേദന വന്നു, പെട്ടെന്ന് പ്രസവിച്ചു. അവർ പറയുന്നു കഴിഞ്ഞ മുമ്പുണ്ടായ 3 പ്രസവത്തിലുള്ളതുപോലെ ഒരവശതയും ഇല്ല, ട്രിപ്പിടേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ കയ്യിലേക്ക് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. കയ്യിൽ എൻ്റെ കുഞ്ഞ് വീണപ്പോൾ സന്തോഷം കൊണ്ട് മതിവറന്ന് ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുപോയി. അത്രയേറെ എനിക്ക് സന്തോഷമുണ്ടായി. ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ കുഞ്ഞിനെയും മാതാവിനെയും ചെക്ക് ചെയ്തു. ഒരു കുഴപ്പമില്ല, രണ്ടുപേരും കണ്ടീഷൻ റെഡിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അവർ പറഞ്ഞു ഇതിൻ്റെ കാരണം മെൻ്റലി ഞാൻ പ്രൂഡായതാണ്, മെൻ്റലി ഞാൻ എംപവേർഡ് ആയതാണ്. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യവും കുടുംബ പരിപാലനത്തെക്കുറിച്ചുള്ള ബോധ്യവും അത് ശക്തമായപ്പോൾ പിന്നീട് മനസ്സിന് പ്രയാസങ്ങളില്ല, ശരീരത്തിന് രോഗങ്ങളില്ല. മക്കളെ വളർത്തുന്ന സമയത്ത് ഇത് മത്തിന് മാത്രം പറയാണ്. ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ പല പ്രഭാഷണങ്ങളും ഒരുപക്ഷെ യൂട്യൂബ് വീഡിയോയിൽ കാണും. സന്ദർഭവും താല്പര്യവും അനുകൂലമാണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കിയാൽ ഉപകാരപ്പെടും. മക്കളോട് കുഞ്ഞുനാളിൽ ഡോൺ ഡു, ചെയ്യരുത് 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 എന്നല്ല പറയേണ്ടത്, ചെയ്യാമെന്ന് പറയണം. കുട്ടികൾ വിരിപ്പിൽ കിടക്കുന്ന സമയത്ത് പിടക്കും, പുറത്ത് വിരിച്ച സുപ്രയുടെ പുറത്തിറങ്ങും, മൂത്രമൊഴിച്ചാൽ പുറത്തായേക്കാം. ആ സമയത്ത് മാതാവിന് സങ്കടമല്ല വേണ്ടത്, സന്തോഷമാണ് വേണ്ടത്. എൻ്റെ കുട്ടി ചലനാത്മകമാണ് എന്ന് സന്തോഷിക്കണം. കുട്ടിയെ ചീത്ത വിളിക്കരുത്, തമാശക്കാണെങ്കിലും. കുട്ടി കമയുന്ന് കിടക്കുകയും എഴുന്നേറ്റിരിക്കുകയും പിടിച്ചു നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മെഷീനുകളിലേക്ക് പോകണ്ട, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മെഷീനുകളിലൂടെയാകുമ്പോൾ പല ബ്രെയിൻ ജിമ്മും സ്കിപ്പാകും. കുട്ടിയുടെ വളർച്ചയിൽ സംസാരം, പഠനം, ഗ്രാഹ്യവായന പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഓരോന്നും, കമിഴ്ന്ന് വീഴൽ, പിടിച്ചു നിൽക്കൽ, എഴുന്നേറ്റിരിക്കൽ, മുട്ടിട്ടേയൽ, ചന്തിയിട്ടേയൽ, എല്ലാം ഓരോന്നും ബ്രെയിൻ ജിമ്മാണ്. ഈ ബ്രെയിൻ ജിമ്മുകളെല്ലാം നടക്കണം. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. പല പ്രഭാഷണങ്ങളിലും ആവശ്യത്തിന് വളരെ ചെറുതാണെങ്കിലും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളിത് കേട്ടു നോക്കണം, പറ്റുമെങ്കിൽ പഠിക്കണം. അവിടുന്ന് അങ്ങോട്ട് മക്കൾ വളരുന്ന സമയത്ത് വിശാലമായി അവസരം കൊടുക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഭാര്യ ഗർഭിണിയാണ്, ഭാര്യ പ്രസവിച്ചിട്ട് ചെറിയ കുട്ടിയുണ്ട്. ഈ ഗർഭിണി ആയത് മുതൽ മൂത്ത കുട്ടി 3 വയസ്സായി, അല്ലെങ്കിൽ 3-4 വയസ്സായി കാണും. മൂത്ത കുട്ടി ഭയങ്കര ശാഠ്യം, കരച്ചിൽ, ബഹളം. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, 1 മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയും ഫോർഗിവ്നെസ് തെറാപ്പിയും ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു, കുട്ടിക്ക് നിങ്ങൾ യഥേഷ്ടം ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ടോയ്സുകൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളെ സെലിബ്രിറ്റിയാണ്, മാഷാ അല്ലാഹ്. 2 കാര്യം പറഞ്ഞു. ഒന്നെന്താണ്? നമ്മുടെ മാതാവ് ഒരു ഉമ്മ, ആ ഉമ്മയുടെ മനസ്സ് ശാന്തമായിരിക്കണം. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി? ഇസ്ലാമിലൊരു സ്റ്റൈലുണ്ട്. ഇസ്ലാമിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാറ്റിനും ഹംദ് പറയണം. ഞാനിവിടെ പ്രഭാഷണം തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാ, പ്രഭാഷണം തീരുമ്പോൾ അൽഹംദുലില്ലാ, രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, ഒന്ന് ബാത്റൂമിൽ പോയി ഇറങ്ങുമ്പോൾ ഉഫ്രാനക്ക അൽഹംദുലില്ലാ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ, എല്ലാറ്റിനും അൽഹംദുലില്ലാ, ഒന്ന് തുമ്മിയാൽ അൽഹംദുലില്ലാ. ഇതാണ് ഇസ്ലാമിക് ലൈഫ് മോഡ്. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി. എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഹംദ് 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 ഹംദ്. പക്ഷെ ഹംദ് എങ്ങനെ വേണം? എന്തൊക്കെ ഉണ്ടാചാര വിശേഷം? അൽഹംദുലില്ലാ, ഇങ്ങനെ പോകുന്നു. എണ്ണ തീർന്ന് അടുത്ത പെട്രോൾ പമ്പ് ലക്ഷ്യം വെക്ക് പോകുന്ന വണ്ടിയെ പോലെ ലോ 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 ആകരുത്. അൽഹംദുലില്ലാ പറയേണ്ടത് എങ്ങനെയാ? അൽഹംദുലില്ലാ റാഹത്താണ്. നിങ്ങൾ അറബികളോടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപകടം പറ്റും 16 അറിവും അറിഞ്ഞ് വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അറബിയോട് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിഷയം? അൽഹംദുലില്ലാ 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 16 അൽഹംദുലില്ലാ പറയും മൂപ്പൻ. അങ്ങനെ അവർ മെച്ചപ്പെടുകയും ചെയ്യും.
ഹംദ് വലിയ വിഷയമാണ്. ഞാനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹീൽ യുവർ ലൈഫ്, ലവ് യുവർ സെൽഫ്. ഗ്ലോബലി വലിയ ഒരു വോയിസുള്ളൊരു അപ്ഡേറ്റഡ് പോസിറ്റീവ് സൈക്കോളജിയിലെ ഒരു പ്രോഗ്രാമാണത്. 2 ഡേ പ്രോഗ്രാമിന് 50,000 ആണ്, 50,000 രൂപയാണ് ഫീസ്. എന്താ പഠിപ്പിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സുമാണ് പഠിപ്പിക്കുന്നത്. ഹംദ്, അവർ ഹംദെന്ന് പറയൂല, അവർ താങ്ക്സ് എന്ന് പറയും. പക്ഷേ താങ്ക്സിനേക്കാളും എത്രയോ മടങ്ങ്, എത്രയോ മൾട്ടിപ്പിൾ പവർഫുള്ളാണ് ഹംദ് എന്ന വാചകം പോലും. ഹംദിലെ സ്പെല്ലിങ് പോലും, ഹുറൂഫ് പോലും മീനിങ് ഫുള്ളാണ്, ഇഫക്റ്റീവാണ്, ഇൻസ്പയർഡാണ്. അതിലെ ഹർഫ് പോലും അങ്ങനെയാണ്. ഹംദ്, അൽഹംദുലില്ലാ. ആ വോയിസ് മോഡുലേഷൻ പോലും ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നതാണ്, മോട്ടീവ് ചെയ്യുന്നതാണ്, പ്രചോദിപ്പിക്കുന്നതാണ്, ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. പറയാൻ സമയമില്ല. നിങ്ങൾ വീഡിയോ കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടു നോക്കിയാൽ വിശദമായി പഠിക്കണം. ഞാൻ എൻ്റെ വാക്ക് പാലിക്കണമല്ലോ, സമയം. അടുത്തത് ഫോർഗിവ്നെസ്. ഫോർഗിവ്നെസ് എന്താണ്? നമ്മളെല്ലാവരോടും പുറത്തു കൊടുക്കണം. ആരോടും ഒന്നിനും വിരോധം ഉണ്ടാകരുത്. ഒരു മനുഷ്യനോട്, എന്നെ ഒരാൾ ചീത്ത വിളിച്ചു, ഞാനിവിടെ പ്രഭാഷണം നടത്തി, അൽഹംദുലില്ലാ നല്ല നീയത്തോടെ പ്രഭാഷണം നടത്തി, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരാൾ എന്നെക്കുറിച്ച് ആക്ഷേപം പറയാം, അയാൾ അവിടെ എന്തൊക്കെയോ മോശം ചെയ്തു എന്ന് ആക്ഷേപം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വിഷമിക്കണം? ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവേ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിനും ജീവിതത്തിൽ ഖൈറ് നൽകണം. അദ്ദേഹം എന്തോ നല്ല ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ. അദ്ദേഹത്തിനും നീ ഖൈറ് നൽകണേ. ഞാൻ അയാളെ പിന്നാലെ അയാൾക്ക് എന്ത് ന്യൂനത ഉണ്ടെന്ന് നോക്കണോ? ഇല്ല. അയാൾക്കും പുറത്തു കൊടുക്കുന്ന മനസ്സ്, അത് പ്രാക്ടിക്കലി ഒരു തെറാപ്യൂട്ടിക്കൽ സ്റ്റൈൽ ചെയ്യുന്നതിന് ഫോർഗിവ്നെസ് തെറാപ്പി എന്ന് പറയും. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത് ഒരു അമേരിക്കൻ ലേഡിയാണ്. ഞാൻ പറഞ്ഞ കോഴ്സ് ഡിസൈൻ ചെയ്തത് ലൂയിസ് എൽ ഹേ. 57-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് 4th സ്റ്റേജ് കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഒഴിവാക്കിയ കേസാണ്. 97 വയസ്സ് വരെ ആരോഗ്യവതിയായി ജീവിച്ചു. എന്താ കാരണം? ഹംദും അഫുവും, ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും. ആയിരക്കണക്കിന് പേഷ്യൻസിൽ അവരിത് ഉപയോഗിച്ചിട്ട് പാറ്റൻ്റ് എടുത്തു. ഇന്ന് ആള് ഇല്ല ഇപ്പോൾ, പക്ഷേ ആ കോഴ്സ് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇസ്ലാം ഇത് നേരത്തെ അതിനേക്കാൾ ബ്രൈറ്റ്ഫുള്ളായിട്ട് ഭയങ്കര ഗംഭീരമായി ഇസ്ലാം പഠിപ്പിച്ചു. ഹംദ്, ഹംദ്, ഹംദ്. ആഖിറത്തിൽ സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന പേരിൽ ഒരു വലിയ ഒരു ലോകം തന്നെയുണ്ട്. ആർക്കുള്ളതാ? ഹംദിൻ്റെ ആൾക്കാർക്ക്. എപ്പോഴും ഹംദ് വേണം, എല്ലാറ്റിനും ഹംദ് വേണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാറ്റിനും ഹംദ് വേണം. ഹംദ് ശീലമാകണം. മനസ്സിലും നാവിലും നിറയണം ഹംദ്. അൽഹംദുലില്ലാ, അത് ശീലമാകണം. ഫോർഗിവ്നെസ്, വെറുപ്പ്. എന്നെ ഒരാൾ എന്നെ ഇപ്പം ചീത്ത പറഞ്ഞു, ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ സങ്കടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ പക്ഷത്തോ അയാളെ പക്ഷത്തോ? എന്നെ ഒരാൾ അനാവശ്യമായി അല്ലെങ്കിൽ ആവശ്യത്തിന് ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ പക്ഷത്താണ്. അയാളെ എന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു, ഞാനും എന്നെ നശിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുക. വിഷമിച്ചിരുന്നാൽ എൻ്റെ ശരീരത്തിൽ നിർമ്മിക്കുന്ന ഹോർമോണുകൾ എല്ലാം ബാഡാകും, എൻസൈമുകൾ മോശമാകും, എൻ്റെ ശരീരത്തിലെ കോശങ്ങൾ നശിച്ചു പോകും, ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ വരാം, എൻ്റെ ഗ്രന്ഥികൾ നശിച്ചു പോകാം. അപ്പം ഞാൻ ആരുടെ പക്ഷത്താ? ഒരാൾ എന്നെ ആക്രമിക്കുമ്പോൾ വിഷമിച്ചിരിക്കുകയും ഞാൻ ദുഃഖിച്ചിരിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ശത്രുപക്ഷത്താണ്. ഫോർഗിവ്നെസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പക്ഷത്താണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് തുഹിബ്ബുൽ അഫ്വ. നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അഫു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളമായി അഫു ചെയ്യണം. മക്കൾക്ക് അഫു ചെയ്യണം, മാതാപിതാക്കൾക്ക് അഫു ചെയ്യണം, രക്ഷിതാക്കൾക്ക് അഫു ചെയ്യണം, ശിഷ്യന്മാർക്ക് അഫു ചെയ്യണം, ഉസ്താദുമാർക്ക് അഫു ചെയ്യണം. എല്ലാവർക്കും ആരുടെയും മിസ്റ്റേക്കുകളുടെ പിന്നാലെ കൂടരുത്. ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നാലെ കൂടി ശിക്ഷിക്കാൻ പോകരുത്. സൽസ്വഭാവമല്ല. സൽസ്വഭാവം ഒരാൾക്ക് തെറ്റുപറ്റിയാൽ സാരമില്ല. അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു, അവൻ തികഞ്ഞവനാണെങ്കിൽ ഈ പടപ്പുകളിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിക്കണം.
അള്ളാഹു സമ്പൂർണനാണ്. ആ സമ്പൂർണനായ റബ്ബ് ഈ ലോകത്തിനൊരു ഘടന നൽകിയിട്ടുണ്ട്. ആ ഘടനയാണ് കുല്ലു ബനി ആദമ ഖത്വാ വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. മനുഷ്യർ അവർക്ക് തെറ്റുപറ്റാം. ആരാണ് നല്ലവൻ? വഖൈറുൽ ഖത്വാഈൻ അത്തവ്വാബൂൻ. തൗബയുണ്ടായാൽ മതി. എന്താണ് തൗബ? അൽ മുഅ്മിനു ഇദാ അഹ്സന ഇസ്തബ്ശറ വഇദാ സാഅ ഇസ്തഗ്ഫറ. ഒരു സത്യവിശ്വാസി നല്ലത് ചെയ്താൽ അൽഹംദുലില്ലാഹ്, ഇദാ സാഅ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ ഇസ്തഗ്ഫറ. അല്ലാതെ ഞാൻ സമ്പൂർണനാണ്, എനിക്കൊരു തെറ്റും പറ്റൂല, ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കൊരു തെറ്റും പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നത് മുഅ്മിനിൻ്റെ സ്വഭാവമല്ല. തെറ്റ് പറ്റരുതെന്ന് ആഗ്രഹിക്കണം, ശ്രമിക്കണം, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കണം. തെറ്റ് സംഭവിച്ചാൽ ഇസ്തഗ്ഫറ, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. ഒരാൾ പറയുന്നു, ഉസ്താദേ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് ശരിയായില്ല, ഏതാ വാക്ക്? ഓക്കെ, ഇനി മുതൽ ഞാൻ തിരുത്തുക കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട മുദരിസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു മുദരിസ് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഉസ്താദേ എല്ലാ പ്രഭാഷണവും ഞാൻ കേൾക്കാറുണ്ട്, യൂട്യൂബിൽ വരുന്ന പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചില ഉദാഹരണങ്ങൾ എല്ലാ പ്രഭാഷണത്തിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നെന്നെ എല്ലാ പ്രഭാഷണത്തിലും വന്നാൽ ശ്രോതാവിനൊരു മടുപ്പുണ്ടാകൂലേ? ഞാൻ പറഞ്ഞു, സന്തോഷം, ഞാൻ ശ്രദ്ധിക്കാം. പക്ഷേ ഈ പ്രഭാഷണത്തിലും ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് ചില നയവും നിലപാടുമാണ്. കാരണം ഈ പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഒരു ശ്രോതാവിന് ചില നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചില ഉദാഹരണങ്ങൾ ആവർത്തിച്ച് തന്നെ പറയും. ചില ഉദാഹരണങ്ങൾ മാറ്റുന്നുമുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഉണർത്തുമ്പോൾ അതിലൊരു ഖൈറുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാനത് ഉണർത്തും. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമീപന രീതി. ഖൈറുൽ ഖത്വാഈൻ അത്തവ്വാബൂൻ. തൗബ ഉണ്ടാവുക. തെറ്റുപറ്റിപ്പോയാൽ ഇത് ഞാൻ തിരുത്തുന്നു. തെറ്റ് പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് മിസ്റ്റേക്കാണ്. തെറ്റ് പറ്റരുത് എന്ന് ചിന്തിക്കുന്നത് നല്ല സ്വഭാവമാണ്. പടച്ചോനെ തെറ്റ് പറ്റാതെ ജീവിക്കണം, ഹറാമ് ചെയ്യരുത്, കറാഹത്ത് ചെയ്യരുത്, മറ്റൊരാൾ ഉപദ്രവിക്കരുത്, അനാവശ്യം പറയരുത് എന്ന് ചിന്തിക്കുന്നത് നന്മയാണ്. എനിക്കങ്ങനെ ഒന്നും വരൂല, ഞാനൊരു തികഞ്ഞവനെന്ന തോന്നൽ അത് മിസ്റ്റേക്കാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബറക്കത്തിന് വേണ്ടി ഒറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിതത്തിൽ 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച മഹാനാണ് സയ്യിദന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കുഞ്ഞുനാളിൽ മുത്തുനബി തങ്ങളെ കൂടെ കൂടിയതാണ്. ചെറിയ നാളിൽ കൂടിയിട്ടുണ്ട്. കൂടെ എപ്പോഴും നബിങ്ങളെ കൂടെ ഖിദ്മത്ത് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. നബി തങ്ങൾ അവസാനം അനസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉപദേശം കാണാം. യാ ബുനൈ ഇൻ ഖദർത അൻ തഈസ വലൈസ ഫീ ഖൽബിക ഖിസ്സുൽ ലിഅഹദിൻ ഫഫഅൽ. ജീവിക്കുമ്പോൾ ആരോടും മനസ്സിലൊരു വിരോധം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കണം. എന്നാൽ ലൈഫിലെല്ലാം നേടാം. അനസ് റളിയല്ലാഹു അൻഹു ധാരാളം മക്കളുള്ള, ധാരാളം സമ്പാദ്യമുള്ള, ദീർഘകാലം ജീവിച്ച സ്വഹാബിയായി മാറി. ഈ ഒരു സ്വഭാവമുള്ളതൊന്ന് കൊണ്ടൊന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ആ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ബറാ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കോട്ടയുടെ മുകളിൽ നിന്ന് പഴുപ്പിച്ച ഇരുമ്പിൻ്റെ കൊക്കയുള്ള ചങ്ങല കൊണ്ട് ശത്രുക്കളിലേക്ക് വലിച്ച് എറിഞ്ഞ് കുത്തി വലിക്കുകയാണ്. അതിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ വലിച്ചു. പഴുത്ത് കിടക്കുന്ന ഇരുമ്പിൻ്റെ ചങ്ങലയിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം രക്തത്തിൽ പിറന്ന കൊച്ചനുജനെ കൊളുത്തിയെടുത്തിട്ട് പൊക്കിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ബറാ റളിയല്ലാഹു അൻഹു ചാടിയിട്ട് ആ ചങ്ങലയിൽ പിടിച്ചു. പഴുത്ത് നിൽക്കുന്ന ചങ്ങലയിൽ പിടിച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹു കൊക്കയിൽ നിന്ന് പൊക്കിയെടുത്തു. താഴേക്കിറങ്ങുമ്പോഴേക്ക് കയ്യിലെ മുഴുവൻ മാംസവും പോയി എല്ലുകൾ മാത്രം അവശേഷിക്കുന്നു. ആ ബറാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനു വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കാനുള്ള സന്നദ്ധത കാരണം ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ തൻ്റെ കൈയുടെ ഈ വികൃതമായ രൂപം, അത് വലിയ വിഷമമാണത്. എല്ല് മാത്രം അവശേഷിക്കുന്നൊരു കോലം. അതിനെക്കുറിച്ച് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തവണ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ആ കൈ കൊണ്ട് തൊട്ടിട്ട് ഭക്ഷണത്തിനൊരു മടുപ്പ് വരണ്ടെന്ന് കരുതി ബറാ റളിയല്ലാഹു അൻഹു മാറി നിന്നു.
റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ബറാ നീ മാറി നിന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാത്തത്? ബറാ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ കൈയാണോ നിന്റെ വിഷയം? ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ എന്ന് തലയാട്ടി. റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി നിങ്ങൾ ആ കൈ കൊണ്ട് തൊടാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല. ആ കൈ കൊണ്ട് തൊട്ടിട്ട് മാത്രമേ ഞാൻ ഈ ഭക്ഷണം ഇനി കഴിക്കുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാനിതാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നാം സമർപ്പിക്കുന്ന സമർപ്പണങ്ങൾ അത് പവിത്രമാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളുടെ കൂടെയാണ് പല രക്ഷിതാക്കളും ഇന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളരെ വിനയത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും ഞാൻ പറയുന്നു, മക്കളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖുള്ളവരാണ്, വലിയ ഭാഗ്യമുള്ളവരാണ്. നാളെ അള്ളാഹുവിൻ്റെ ലോകത്തെത്തുന്ന സമയത്ത് വലിയ പവിത്രതയും വലിയ ബഹുമാനമുള്ളവരാണ്. ആ ബഹുമാനമുള്ള വലിയ സൗഭാഗ്യമുള്ളൊരവസരം കിട്ടിയെന്ന ബോധം, ആ ഒരു വലിയ തൗഫീഖുള്ളൊരു മോഹം ഖൽബിൽ കത്തിച്ച് നിർത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനിറങ്ങാൻ. ഫാഷനുകളുടെ അടിമയാകരുത്. സുന്നത്തുകളുടെ ആരാധകർ, സുന്നത്തുകളുടെ ആവേശമുള്ള ഒരു വക്താവായി മാറണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ നോക്കിക്കാണണം. എങ്ങനെയെങ്കിലും 2 അക്ഷരം പഠിപ്പിച്ചതിന് ശേഷം ഭൗതികമായ ഏതെങ്കിലും മേഖലയിൽ തിളങ്ങുക എന്ന മോഹം മാത്രം അവശേഷിപ്പിക്കാതെ എൻ്റെ മക്കൾക്ക് തഖ്വയുള്ള ജീവിതമുണ്ടാകണമെന്ന ഒടുങ്ങാത്ത അഭിലാഷം ഖൽബിൽ കത്തിച്ചു വെക്കണം. നാളെ ഈ രീതിയിൽ അല്ലാഹുവിൻ്റെ ലോകത്ത് കഴിഞ്ഞുപോയ ബറാ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു ഒക്കെ വന്നു നിൽക്കുമ്പോൾ അവരെ കൊടിക്കയിൽ ആവേശത്തോടെ ചെന്ന് നിന്നിട്ട് അല്ലാഹു ഒരു പറ്റം ആൾക്കാർക്ക് വലിയ പ്രകാശം നിറഞ്ഞ ഇരിപ്പിടം നൽകുന്നുണ്ട്, സിംഹാസനങ്ങൾ. ആ സിംഹാസനങ്ങളിൽ ഒരു കൂട്ടരെ ഇരുത്തുമ്പോൾ അമ്പിയാക്കൾ ചോദിക്കുന്നു, ആരാണ് ഈ വിഭാഗം? ഔലിയാക്കൾ ചോദിക്കുന്നു, ആരാണ് ഈ വിഭാഗം? ഔലിയാക്കളിലും അമ്പിയാക്കളിലും ഒന്നും ഇവരെ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ ഇവർക്കെന്താ ഇത്ര വലിയ സിംഹാസനം? എല്ലാവരും ചോദിക്കുന്നു, ആശ്ചര്യത്തോടെ നോക്കുന്നു. ആ സമയത്താണ് വിവരിക്കപ്പെടുന്നത്, ഇവരാരെന്നറിയോ? ദുനിയാവിൽ ഇവർ മീൻകച്ചവടം ചെയ്തവരോ സ്വർണ്ണക്കച്ചവടം ചെയ്തവരോ പല ജോലിയോ ചെയ്തവരാണ്. പക്ഷേ മക്കളെ നല്ല താല്പര്യത്തോടെ, പ്രതീക്ഷയോടെ, നല്ല ഇഷ്ടത്തോടെ അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചവരാണിവർ. അതുകൊണ്ട് ആഖിറത്തിൽ ഈ രക്ഷിതാക്കളെ ഈ സിംഹാസനങ്ങൾ നൽകി ആദരിക്കരുതെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കളെ, മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് ഖൽബിൽ ഇത് കത്തിച്ചു വെക്കണം. ഈ ഇഖ്ലാസും ഈ തൗഹീദും ഈ ഇഖ്ലാസും ഈ നീയത്തും നിങ്ങളെ ഖൽബിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളിലെ ഈ ഇൽമിലും അതിൻ്റെ പവർ ഉണ്ടാകും. മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും എല്ലാ സമയവും നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറണം. മക്കളെ നമ്മൾ ദീന് പഠിപ്പിക്കാൻ അയച്ചു. വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ മുസ്ലിമിൻ്റെ കല്യാണം നടത്താൻ കഴിയാത്തവരായി അധപ്പതിക്കരുത് എൻ്റെ രക്ഷിതാക്കളെ. ഒരു കല്യാണം വരുമ്പോഴേക്ക് പെൺകുട്ടിയെ ബൊമ്മയായി കൊണ്ടുവച്ച് എല്ലാ ഹറാമും ചെയ്ത് വിവാഹം നടത്തിയിട്ട് എന്തിനാ നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ അയക്കുന്നത്? വീട്ടിലൊരു സൽക്കാര ചടങ്ങ് നടക്കുമ്പോൾ ഹറാമിന് യാതൊരു വിലയുമില്ല, ഒരു ഹറാമിന് ഒരു വിലയുമില്ല. അങ്ങനെ ഇസ്ലാമിനെ അവഗണിച്ചിട്ടാണ് നിങ്ങൾ വീട്ടുജീവിതം നയിക്കുന്നതെങ്കിൽ എന്തിനാ മക്കളെ നിങ്ങൾ ദീന് പഠിപ്പിക്കുന്നത്? ദീനനുസരിച്ച് മുസ്ലിമായി എല്ലായിടത്തും ജീവിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. 5 നേരം നിസ്കാരത്തിന് മാത്രം മുസ്ലിം, ബാക്കിയുള്ളയിടത്ത് തോന്നിയ പോലെ. അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഹറാം ഹറാമായി കാണണം, ഹലാൽ ഹലാലായി കാണണം. വിവാഹത്തിൻ്റെ ഒരു മണ്ഡപത്തിലേക്ക് ചെന്നാൽ അവിടെ കൂത്താട്ടമാണ്. അവിടെ പലപ്പോഴും എല്ലാവരും, ചിലപ്പോൾ ചിലയിടത്ത് പണ്ഡിതന്മാർ പോലും ചിലയിടത്ത് നിശബ്ദരായി പോകുന്നത് കാണാം. ഞാൻ പറയുന്നു, ചെയ്യേണ്ടത് ചെയ്യണം. ഒരു നോ പറയാതെ അതിനെ സപ്പോർട്ട് ചെയ്താൽ ആഖിറത്തിലല്ല ദുനിയാവിൽ കുടുങ്ങിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ഇഖ്ലാസോടെ ഈ ഇങ്ങനെ ദീന് സംരക്ഷിച്ച മഹാന്മാരുടെ കൊടിക്കയിൽ പോകണം. അവരെയൊക്കെ കൂടെ പോയി നാളെ നിൽക്കണമെന്ന നീയത്തോടെ നമ്മൾ നമ്മുടെ ദീനിനു വേണ്ടി മക്കളെ അയക്കുകയും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പഠിക്കുമ്പോഴും ആ നീയത്തുണ്ടാകണം. അള്ളാഹു നമുക്ക് ആ മഹാന്മാരുടെ കൂടെ ആഖിറത്തിൽ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ് ശ്രീ അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളുടെ മദദ് നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാ നല്ലതിനും നീ തൗഫീഖ് തരണേ അല്ലാ. നാഫിയായ ഇൽമു ധാരാളം പഠിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. പഠിച്ചതൊക്കെ നാഫിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ ഈ മക്കളെയും ഈ സ്ഥാപനത്തെയൊക്കെ നീ ഉയർച്ചയിലെത്തിക്കണേ റഹ്മാനെ. നിന്റെ ഈമാനിലും തഖ്വയിലും ഹിഫ്ലിലും അമ്നിലും അമാനിലും ആക്കിത്തരണേ അല്ലാ. അല്ലാഹുവേ, ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കാവലിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഞങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും, താജുൽ ഉലമ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങളായ ഞങ്ങളെ മുൻകഴിഞ്ഞ മഹാന്മാർ, അവർക്കെല്ലാം നീ ദറജ ഉയർത്തണേ റഹ്മാനെ. സ്വാലിഹീങ്ങളുടെയൊക്കെ മദത് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും നീ നൽകണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ തുടക്കം മുതൽ ഇന്ന് വരെ സഹായിച്ച എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. ഇതിന് മുന്നിൽ നിന്ന് നയിക്കുന്നവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിനെ സഹായിക്കുന്നവർ എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. എല്ലാവർക്കും ഖൈർ നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബം, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ ദീനീ ചലനങ്ങൾ, പ്രത്യേകിച്ച് ഹാപ്പി സോൺ എന്ന പേരിൽ ഒരു വലിയ ദീനീ ഖിദ്മത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ച് വളർത്തുമ്പോൾ ഒരുപാട് പേര് അതിനു വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഞങ്ങളെ വിജയത്തിലാക്കണേ അല്ലാ, ഹിഫ്ലിലാക്കണേ അല്ലാ, അമ്നിലും അമാനിലും ആക്കിത്തരണേ അല്ലാ, ഖൈറിലും ബറക്കത്തിലും ആക്കിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് തഖ്വ എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാ ജീവിതാവശ്യങ്ങളും, വീട്, വിവാഹം, പഠനം, ജോലി, മക്കൾ എല്ലാം നീ നൽകണേ റഹ്മാനെ. സഹായിക്കണേ അല്ലാ, തളർത്തരുതേ അല്ലാ. മറ്റൊരാൾക്കും ഞങ്ങളെ ഇട്ടുകൊടുക്കരുതേ റഹ്മാനെ. നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലായിടത്തും തുണയാകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.